ഹലോ, ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ്? ദൈവത്തിന്റെ സർവായുധ വർഗത്തെ കുറിച്ച് പറയുന്നതിൽ സത്യം അനക്കി കിട്ടുന്ന കാര്യവും നീതി എന്ന കവചം ധരിക്കുന്ന കാര്യത്തെ കുറിച്ചും പറയുമല്ലോ. ഇതിൽ സത്യം എന്നത് എന്താണ്, നീതി എന്നത് എന്താണ്? നമ്മുടെ വിഷയത്തിലല്ല, കാരണം നമ്മുടെ വിഷയം ആത്മീയ യുദ്ധം അല്ല. പിന്നെ പേഴ്സണലി ചോദിച്ചാൽ പറഞ്ഞു തരാം. വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം, നമ്മൾ സബ്ജക്റ്റ് വിട്ട് വെളി പോലെ. കർത്താവിൽ സ്നേഹത്തിലെന്നും വസിച്ചിടുവാൻ വൻകൃപ ഏകിടന് ഈ പാട്ടിന്റെ വിശദീകരണം തരുവാൻ ആഗ്രഹിക്കുന്നു. പാട്ടിന്റെ വിഷയം തന്നെ സമയമല്ല, പഠിപ്പിച്ച വിഷയത്തിന് ചോദ്യം. അല്ല, അത് ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. സക്കറിയ 12:1 ചോദ്യം. ഇത് മനുഷ്യന്റെ അകത്ത് വന്നേക്കുന്ന ആത്മാവ്, ഇത് മനുഷ്യന്റെ ആത്മാവാണോ അത് ദൈവത്തിന്റെ ആത്മാവാണ്? അതില്ലേ ചോദ്യം. സക്കറിയ 12:1. പ്രവചനം. ഇസ്രായേലിനെ കുറിച്ച് യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. നമ്മൾ ഇന്നലെ ധ്യാനിച്ച വിഷയം, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫൗണ്ടേഷൻസ്, അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഓരോ വിശ്വാസികളും നല്ലപോലെ മനസ്സിലാക്കേണ്ടത്. കാരണം സാത്താൻ നമ്മളെ വഞ്ചിക്കുവാൻ വചനം എടുത്തുകൊണ്ടാണ് വരുന്നത്. ഇന്ന് വരുന്ന പുതിയ ഉപദേശങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ കേരളക്കാരെ, നിങ്ങൾക്ക് നല്ലപോലെ അറിയാം ഇന്ന് എത്ര ഉപദേശങ്ങളുണ്ട്. ബൈബിൾ ഒന്നേ ഉള്ളൂ, ആത്മാവ് ഒന്ന്. പക്ഷേ ഇന്ന് എത്ര കൂട്ടമായി മാറിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് അതിൻ്റെ കാരണം എന്തുവാ? വിശ്വാസികൾ, നമ്മൾ സൺഡേ സ്കൂളൊക്കെ പോകുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, കഥകളെല്ലാം നല്ലപോലെ അറിയാം. പക്ഷേ ബൈബിളിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്തുവാ? സിദ്ധാന്തങ്ങളല്ല ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഈ ഫിസിക്കൽ വേൾഡിന് മലയാളം ഭൗതിക ലോകത്തെ നമ്മൾ നോക്കുമ്പോൾ ദൈവം ചില സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിദ്ധാന്തങ്ങൾ നമുക്ക് മനസ്സിലായാൽ നമുക്ക് സുഖമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. എക്സാമ്പിൾ, ലൈറ്റ്, ഫാൻ കറങ്ങുന്നത്, ഇലക്ട്രിസിറ്റി വരുന്നുണ്ടല്ലോ. ആ ഇലക്ട്രിസിറ്റി വയർ നമ്മൾ കൈകൊണ്ട് പിടിച്ചാൽ എങ്ങനെയിരിക്കും? കൊല്ലുമോ? മരിക്കുമല്ലോ. പക്ഷെ നമുക്ക് ആ പിടി കിട്ടിയ അതിൻ്റെ സ്വഭാവം എങ്ങനത്തെയാണ്? നമ്മൾ ആ സെയിം നമ്മളെ കൊല്ലുവാൻ ശക്തിയുള്ള ആ ഇലക്ട്രിസിറ്റി തന്നെ നമ്മൾ വയറിട്ട്, ട്രാൻസ്ഫോർമർ വെച്ച് വയറിട്ട് എവിടെ കൊണ്ടുവന്നു? ബൾബിലും ഉണ്ട്, ഫാനിലും ഉണ്ട്, നമ്മുടെ ഫ്രിഡ്ജിലും ഉണ്ട്. കാരണം നമുക്ക് അതിൻ്റെ പ്രിൻസിപ്പിൾസ്, അതിൻ്റെ സിദ്ധാന്തങ്ങൾ പിടികിട്ടിട്ടുണ്ട്. മനുഷ്യൻ ഇന്ന് പ്ലെയിൻ ഉണ്ടാക്കി പറക്കുന്നതിൻ്റെ കാരണം അവൻ അതിൻ്റെ എന്തോ മനസ്സിലായിട്ടുണ്ട്? ദൈവം ഉണ്ടാക്കി വെച്ച സിദ്ധാന്തങ്ങളുണ്ട്. ഈ ഭൂമി കറങ്ങുമില്ലയോ? നമ്മളിപ്പം ഇവിടെ നിന്ന് ദുബൈയിലോ അല്ലെ ഗൾഫിലോ എവിടെയെങ്കിലും പോകുമ്പോൾ പ്ലെയിനെ കയറുമ്പോൾ നമുക്കറിയാമോ എത്ര മണിക്ക് അവിടെ എത്തുന്നത്? അറിയാമോ? ഉറപ്പുണ്ടല്ലോ. ഇവിടെ നിന്ന് ഫോൺ ചെയ്ത് പറയാൻ ഞാൻ ഇത്ര മണിക്ക് അവിടെ എത്തും. ഇടയ്ക്കൊക്കെയാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഇപ്പം മലേഷ്യൻ എയർലൈൻസിൻ്റെ കാര്യം കേട്ടപ്പോൾ അവിടെ എയർപോർട്ടിൽ ആൾക്കാർ കാത്തിരിപ്പുണ്ട്. പക്ഷേ ആർക്കും ഐഡിയ ഇല്ലായിരുന്നു ഈ പ്ലെയിൻ അവിടെ ഇറങ്ങത്തില്ല. പക്ഷേ നമ്മൾ ഉറപ്പിച്ച് അത് പറയുന്നതിൻ്റെ കാരണം ഈ ഭൂമിക്ക് ദൈവം ചില സിദ്ധാന്തങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനൊരു വ്യത്യാസവും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ടൊരു പ്ലെയിനോ ഉണ്ടാക്കി ഇവിടെ നിന്ന് ദുബൈയോ അമേരിക്കയോ എവിടെ വേണമെങ്കിലും പോവാം. അതുപോലെ തന്നെ ആത്മീയ ലോകത്ത് നിന്ന് ദൈവം എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്? സിദ്ധാന്തങ്ങളുണ്ട്. അതിനെ തൊട്ട് കളിക്കല്ലേ. തൊട്ട് കളിച്ചാൽ വിവരം അറിയും. സോ ഈ വചനം പഠിക്കുന്ന എന്തിനാണ്? ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവം ഉണ്ടാക്കി വെച്ച സിദ്ധാന്തങ്ങൾ. സോ ഈ നമ്മൾ വചനം പഠിക്കുമ്പോൾ ഇന്ന് ദുരുപദേശങ്ങളെല്ലാം വരുന്നതിൻ്റെ കാരണം എന്തുവാ?
വിശ്വാസികൾക്ക് വചനത്തിൻ്റെ ബേസിക് ഡോക്ട്രിൻസ്, ഉപദേശങ്ങൾ എന്തുവാ, അത് ക്ലിയർ അല്ല. അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ, കത്രിമേശ ഇത്ര പാനപാത്രം ആക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനം തെറ്റിക്കിടക്കുക. അതൊരു ചെറിയ കാര്യമല്ല. അപ്പം ഒന്നേ ഉള്ളൂ, പക്ഷെ പാനപാത്രങ്ങളില്ലയോ അല്ലേ? ഒരപ്പം നമ്മൾ ആ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ, മോനെ ആ കപ്പൊന്ന് തരാമോ, ഗ്ലാസ് ഒന്ന് തരാം, ആ പുറത്തെ ഗ്ലാസ്, അത് മറ്റേത് അത് തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, കർത്തൃമേശയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ മേശയിൽ പാസ്റ്റർ പറയല്ലോ ഇങ്ങോട്ട് നോക്കാൻ. എന്താ ഉണ്ടോ? ഇതാരുടെ ഭാഗമാണ്? എക്സാമ്പിൾ പറയുക. കർത്തൃമേശയുടെ ഒടുവിൽ നമ്മളെല്ലാം പാനപാത്രത്തിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഇതിൽ മിച്ചമുണ്ടോ? അത് മുഴുവൻ കുടിച്ച് തീർത്തോ? ഇതാരുടെ ഭാഗമാണ്? ഇതെന്തുവാ കാണിക്കുന്നേ? ഇനി ഒത്തിരി പേര് ഇതിൽ പങ്കെടുക്കാൻ നമ്മളെന്തോ ചെയ്തു? നമ്മൾ ചെയ്യുന്ന എന്തുവാ? അത് ചെറിയ കപ്പിന്ന് മുഴുവൻ കുടിച്ചോ? വാ തുറന്ന് ഇതെന്ത് ചെയ്യും? വചനത്തിന് അടിസ്ഥാനം, ഉപദേശത്തിന് ഒരു സ്ഥാനം ഇല്ലയോ സഭയിൽ? ഇത് നമുക്ക് തോന്നിയ പോലെ ചെയ്യാവുന്ന പരിപാടിയാണ് കഴിയുന്നത്. 66 പുസ്തകം ഉപദേശത്തിൻ്റെ വിഷയം വരുമ്പോൾ മനുഷ്യന് തോന്നിയ പോലെ ഒന്നും പറയാനൊക്കത്തില്ല. ഇത് പഴയ നിയമത്തിൽ നിഴല് വേണം, പുതിയ നിയമത്തിൽ ക്രിസ്തു പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അപ്പോസ്തലന്മാരത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഇന്ന് ദൈവസഭയിൽ എന്തോ ഇല്ല, ഉപദേശത്തിന് സ്ഥാനം ഇല്ല. പണ്ടുണ്ടായിരുന്നു കർത്തൃമേശയിൽ പങ്കെടുക്കണമെങ്കിൽ ആഭരണമൊന്നും അലൗഡ് അല്ലായിരുന്നു. ഇന്നോ നമ്മൾ എങ്ങോട്ടാ? സോ ഇത് വചനം പഠിക്കുന്നത് അതിൻ്റെ ബേസിക് ഡോക്ട്രിൻസുമായി തൊട്ട് കളിക്കല്ലേ. വിവരം അറിയുന്നേ. ഇന്ന് അമേരിക്കയിലൊക്കെ കല്യാണം പറഞ്ഞ ആണാണ്, പുരുഷനാണ്. വിവരം അറിയുന്നുണ്ട്. ദൈവമാക്കി വെച്ചിരിക്കുന്ന എന്തുവാ? പുരുഷനും സ്ത്രീയും. സോ ഇവിടെ നമ്മൾ വചനത്തിൽ നോക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, ഇത് കഥാപുസ്തകമല്ല, ദൈവവചനം. ഇതിന് ഒരു വിട്ടുവീഴ്ചയും ഇതിലുണ്ടോ? നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതനുസരിച്ചായിരിക്കും നമ്മുടെ ന്യായവിധി. സോ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അകത്ത് എന്തോ ഉണ്ട്? ഊതിയപ്പം ആരുടെ ആത്മാവാത്? ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ ഇവൻ വീഴുവോ? വീഴ്ച സംഭവിക്കും. ഇതാരുടെ ആത്മാവാ? മനുഷ്യൻ്റെ ആത്മാവ് നിർമ്മിച്ച് അവൻ്റെ അകത്തിട്ടിട്ടുണ്ട്. ഇതിനൊരാരംഭമുണ്ട്. ദൈവാത്മാവിന് എന്തോ ഇല്ല, ആരംഭമില്ല. നമ്മുടെ ആത്മാവിന് ആരംഭമുണ്ട്, പക്ഷെ നമ്മൾക്ക് അന്ത്യമില്ല. നരകത്തിൽ പോയാലും നമുക്ക് എന്തോ ഇല്ല, അന്ത്യമില്ല. പക്ഷെ എന്തുകൊണ്ട്? ഒരാരംഭമുണ്ട്. നമ്മളും ദൈവം തമ്മിലുള്ള വ്യത്യാസം, അവൻ ആരംഭവും ഇല്ല, അവസാനവും ഇല്ല. പക്ഷെ നമ്മുടെ അകത്ത് നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ആ നീല കളർ കാണാം. നീല കളറിൽ അതാ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഉള്ളിൽ വരുന്നത്. അതാ പരിശുദ്ധാത്മാവ്. കാണാമല്ലോ. സോ മനുഷ്യൻ്റെ ആത്മാവുണ്ട്. വൈറ്റാണ്, നിങ്ങൾക്ക് വൈറ്റ് ആയിട്ടാണ്. ആ ഇടയ്ക്കത്തെ വൈറ്റ്
അതെന്തുവാ? അതാരെ കാണിക്കുന്നു? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നത് എപ്പോഴാണ്? ഞാൻ പാപിയാന്ന് സമ്മതിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ ആര് വന്നു? ദൈവം സ്വന്തമേ പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ നമ്മുടെ അകത്ത് വന്നു. പക്ഷെ വന്നപ്പോൾ ഒരു പുതിയ മനുഷ്യനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേറെയാണ്, അത് ദൈവമല്ല. ചിലർ ചിന്തിച്ചേക്കുന്നത് പുതിയ മനുഷ്യൻ ദൈവമാണ്. അത് പുതിയ മനുഷ്യൻ ദൈവമല്ല, അത് നമ്മുടെ അകത്തുള്ള പുതിയ മനുഷ്യനാണ്. അത് ദൈവമല്ല. ക്ലിയറായി മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ ആത്മാവ് പാപം പ്രവേശിച്ചപ്പം ഇതും മലിനതായി, അശുദ്ധമായി, മലിനമായി. ഏതാ? മനുഷ്യൻ്റെ ആത്മാവും. സോ രക്ഷയുടെ അനുഭവം വരുമ്പോൾ നമുക്കകത്ത് എന്താറ് വന്നു? ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ കൊണ്ടുവന്നത് ആരെയാ? പുതിയ മനുഷ്യൻ. ഈ പുതിയ മനുഷ്യൻ ദൈവമല്ല, അത് പുതിയ മനുഷ്യനാണ്. സോ ഇനിയിപ്പോൾ നമുക്ക് ബാഹ്യ മനുഷ്യനുമുണ്ട്, പുതിയ മനുഷ്യനുമുണ്ട്. സോ ഈ പുതിയ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ആര് വന്നേക്കുക? പരിശുദ്ധാത്മാവ്. ജഡത്തിൻ്റെ പോരാട്ടം ആർ തമ്മിലാ? ആർ തമ്മിലാ? ആ പുതിയ മനുഷ്യനും പഴയ മനുഷ്യനാണ്. ആരാ തമ്മിൽ? നമുക്ക് ഉണ്ടല്ലോ ഗലാത്യർ. വായിച്ചേ 5:17. Galatians 5:17. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിന് വിരോധമായിരിക്കുന്നു. ഏത് ആത്മാവ്? അത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവും ജഡവും തമ്മിൽ എന്തുകൊണ്ട്? എന്താ അതിൻ്റെ കാരണം? പരിശുദ്ധാത്മാവ് എന്തോ വാദിക്കുന്നേ? പുതിയ മനുഷ്യൻ വന്നത് ഇവൻ ക്രിസ്തു പോലെ, ക്രിസ്തുവിടെ തികവോളം വളരണം. പക്ഷെ ജഡം ആഗ്രഹിക്കുന്നത് എന്തുവാ? തിരിച്ചാറ് വരണം? പാപം തിരിച്ച് കയറിയാൽ മതി. അതാ വിഷയം നമ്മൾ പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സോ ഈ പോരാട്ടം അകത്ത് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ ജഡത്തിൻ്റെ സൈഡ് പിടിക്കുമ്പോഴാണ് ആത്മാവ് ദുഃഖിക്കുന്നത്. സോ അകത്ത് വന്ന പുതിയ മനുഷ്യന് വളർച്ചയുണ്ട്. അവൻ ദൈവമല്ല, ദൈവത്താൽ ജനിച്ചതാണ്. അതുകൊണ്ട് ആരുടെ സ്വഭാവം കാണിക്കും? ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കും. ഈ പുതിയ മനുഷ്യന് പാപത്തെ രസിക്കാൻ കഴിയത്തില്ല, ദൈവത്താൽ ജനിച്ചതാണ്. ഇപ്പം ക്ലിയർ ആയാലും. സോ നമ്മുടെ ആത്മാവുണ്ട്. വിശ്വാസിയുടെ അടുത്ത് നമ്മുടെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്. പഴയ മനുഷ്യൻ, പുതിയ മനുഷ്യൻ. ആദാമിൻ്റെ അകത്ത് വന്നേക്കുന്ന ആത്മാവ് ഏതാ? ആദാമിൻ്റെ ആത്മാവ്. ഇതിൽ പിന്നെ നമ്മൾ ദൈവം സഹായിച്ച പിന്നെ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്തുയുടെ മനുഷ്യത്വം. അവനിൽ പൂർണ്ണ മനുഷ്യത്വവും ഉണ്ട്, പൂർണ്ണ ദൈവത്വമുണ്ട്. അത് ഇതിനെക്കാട്ടും കുറച്ചുകൂടെ വ്യത്യാസമുള്ള അത് നമ്മൾ വരുന്നുണ്ട്. ഇനിയും ചോദ്യങ്ങൾ? അത് വരുന്നുണ്ട്. ആദ്യമേ പാപത്തിൽ നിന്ന് ഒരു വിടുതൽ കിട്ടട്ടെ. നമ്മൾ ഇപ്പം തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, തോട്ടത്തിൽ നിന്ന് വെളിയിൽ ഇറക്കിയതേ ഉള്ളൂ. ഇനി ഒത്തിരി ഉണ്ട്. അതെ, പ്രതിമ പ്രകാരം ഞാൻ AM സാമുവൽ പോലെയല്ലേ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ AM സാമുവൽ അല്ല. എൻ്റെ മുഖം കാണുമ്പോൾ ആരും പറയേണ്ട ആവശ്യമില്ല, അപ്പൻ പോലായിരിക്കുന്നത്. പക്ഷെ ഞാൻ AM സാമുവൽ അല്ല. നമ്മുടെ അകത്ത് വന്ന പുതിയ മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരമാണ്. പക്ഷെ ആരല്ല അത്? ദൈവമല്ല. ദൈവം അകത്ത് വന്നാൽ പിന്നെ അകത്ത് വല്ല യുദ്ധം നടക്കുമോ? പിന്നെ പോരാട്ടം വല്ലതും ഉണ്ട്? അതിന് വളർച്ച വേണം. അതുകൊണ്ടാണ് ദൈവം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേദോസം പഠിക്കണം, പ്രാർത്ഥന വേണോ? പിന്നെ അന്യഭാഷ വേണോ? ദൈവമില്ല അകത്ത്. നമുക്കിതെല്ലാം വേണ്ടിയത് പുതിയ മനുഷ്യൻ ഇനി ബലപ്പെടണം.
വളർച്ച പ്രാപിക്കണം. ആരായി തീരണം? ക്രമേണ ഇവൻ്റെ വളർച്ച പ്രാപിച്ച് വരുമ്പോൾ അന്നേരം അതിനൊരു എക്സാമ്പിൾ, ഒരു പുതിയ ശിശു ജനിക്കുമ്പോൾ അപ്പനും അമ്മയും എന്താ പറയുന്നത്, ബന്ധക്കാരെ എന്തോ പറയുന്നത്, ഇത് അപ്പനെ പോലെ. ചിലർ വന്ന് പറയുന്നത് ആരെ പോലെ. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ക്ലിയർ ആവും ഇത് ആറ് പോലെ ആയിരിക്കും. ഇനിയും ക്വസ്റ്റ്യൻസ്? സോ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആ വിഷയം, മനുഷ്യനെ എന്തോ ചെയ്യുക? സർവശക്തൻ തോട്ടത്തിൽ നിന്ന് എന്തോ ചെയ്തു? വെളിയിലിറക്കി. നമ്മളത് ശ്രദ്ധിച്ചല്ലോ. പാപത്തിൻ്റെ സ്വഭാവം, മനുഷ്യനാരായി തീർന്നു. പാപത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്താൻ കാണുന്നുണ്ടല്ലോ. ദൈവം നീതിമാനാണ്, ഒന്നിച്ചു വസിക്കാൻ ഒക്കത്തില്ല. കാരണം അകത്ത് എന്തോന്നു? ദൈവം കരുണയുള്ളവൻ, ക്ഷമയുള്ളവൻ, ദൈവം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതേസമയത്ത് ദൈവം നീതിമാനാണ്, പാപത്തെ സഹിക്കത്തില്ല. നീ വെളിയിലിറങ്ങുക. സോ വെളിയിലിറങ്ങിയപ്പം നമ്മൾ പിന്നെ നോക്കുന്നത് ഓരോ യുഗങ്ങൾ. ആദ്യത്തേതാ ഇന്നോസെൻസ്. ഇത് ക്ലിയറായി കാണുന്നില്ല, കാരണം ചെറിയതാ, വലിയതാക്കാൻ ഒക്കത്തില്ല. പോയിന്റർ ബാദ് ശരി. ആദ്യത്തെ യുഗം ഏതായിരുന്നു? നിഷ്കളങ്ക യുഗം. വചനം എഴുതിയേക്കുന്ന മനുഷ്യൻ നഗ്നനായ, അവന് മറച്ചു വെക്കുവാൻ ഒന്നുമില്ല. അടുത്ത യുഗം മനുഷ്യനെ വെളിയിലിറക്കിയപ്പോൾ തുടങ്ങിയ യുഗം ഏതാ? മനസാക്ഷി. ഇനി ആര് നടത്തും ഈ യുഗം? എന്ന് മുതലാണ്? തോട്ടത്തിൽ നിന്ന് വെളിയിലിറക്കിയ നിമിഷം തൊട്ട് നോയുടെ ഫ്ലഡ് എന്തോ പറയുന്നത്, വെള്ളപ്പൊക്കം അല്ലേ, ജലപ്രളയം, അങ്ങനെയില്ലയോ? ദ ഫ്ലഡ്, ജലപ്രളയം വരെയുള്ള സമയം ഏതാ? മനസാക്ഷിയുടെ യുഗം. വെളിയിൽ ഇറക്കി വിട്ടത് എന്തിനാ? കാരണം മനുഷ്യൻ എന്തോ തീരുമാനിച്ചത്, ഞാൻ സ്വയമേ നടന്നു. എന്നാൽ ഞാൻ നിനക്കൊരു സമയം തരുന്നു, നീ സ്വയമേ നടന്നു. അകത്തെന്തോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം നോക്കണം. വെളിയിൽ ഇറക്കിയെങ്കിലും അവനെ കൈവിട്ടിട്ടില്ല. ഒന്നിച്ച് വസിക്കാനൊക്കത്തില്ല, നമുക്ക് ഒന്നിച്ച് നടക്കാനൊക്കത്തില്ല, പക്ഷെ ഞാൻ നിന്നെ കൈവിടാൻ പോകുന്നില്ല. എന്താ? നിന്നെ കൈവിട്ടാ നീ പോയതാ. അതുകൊണ്ടാ ആബേലിനെ കൊന്നപ്പം സർവശക്തൻ ചോദിക്കുന്നേ, നിന്റെ സഹോദരൻ എന്ത് ചെയ്യും? കൊല്ലുന്നതിന് മുമ്പേ ദൈവം 4:6 വാക്യം, ഉൽപ്പത്തി 4:6. അപ്പോൾ യഹോവ കയീനോട്, നീ കോപിക്കുന്ന എന്തിന്? നിന്റെ മുഖം മാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ പതിയിരിക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. സോ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ ആ സ്നേഹം വെളിയിൽ ഇറക്കിയെങ്കിലും ഇതുവരെ ആബേലിനെ കൊന്നിട്ടില്ല. ഈ നിമിഷം വരെ ദൈവം അവന് എന്തോ കൊടുക്കുക? ഒരു വാർണിംഗ്. പാപം നീ എന്തിനാ പോയതല്ലേ, പോട്ടെ, അവൻ തന്നെ പഠിച്ചോളൂന്നേ. അതിന് പുതിയ നിയമത്തിൽ നേടലുണ്ടല്ലോ, മുടിയെ പുത്രി പോയാലോ, അപ്പനെവിടാ? ഉറങ്ങുക. അപ്പനെവിടാ? മോതിരം കയ്യിലുണ്ട്, എനിക്കറിയാൻ തിരിച്ചു വരും, ഞാൻ കാത്തിരിക്കും. മനുഷ്യൻ വെളിയിൽ പോയെങ്കിലും മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? ഇടപെട്ടുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ ജീവകാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. ആദാം എത്ര വയസ്സ് വരെ ജീവിച്ചു? 930.
ദൈവം പറഞ്ഞു ഇനി ഇത്രയും തരുന്നില്ല. കാരണം ഇവന്റെ മനസ്സിൽ വരുന്ന എല്ലാം എന്തുവാ? അതിന്റെ 5-ാമത്തെ വാക്യം, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങൾ വിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് എന്ന് യഹോവ കണ്ടു. അതുകൊണ്ട് എന്തോ ചെയ്തു? അവന്റെ ഐസ് മാക്സിമം. നമുക്കോ 100 വരെ എത്തുവോ? നമുക്ക് എത്ര ആയിന്ന് ഡിക്സൺ ബ്രദർ? 60 വരെ എത്തുവോ? നമ്മളൊക്കെ കഷ്ടിച്ച് 60 വരെ. ഇവരോ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ 930, 120, നമ്മൾ 60 ഇനി അടുത്തത് ഇവരെവിടെ വരെ എത്തും? 30 വരെ എത്തിയാലും ഭാഗ്യം. എന്താ, ഞാൻ കൂടുതൽ സമയം തരാൻ പോകുന്നില്ല. ഞാൻ തീരുമാനിക്കുന്ന നിനക്ക് എത്ര ആയുസ് ഈ ഭൂമിയിലുണ്ട്. തീരുമാനിച്ചു കഴിഞ്ഞോ? പറഞ്ഞാട്ടെ. തീരുമാനിച്ചു കഴിഞ്ഞോ? ആ സമയത്തിന് മുമ്പേ നമ്മൾ പോകുമോ? പോകുമോ? പിന്നെ എന്തിനാ പേടിക്കുന്നത്? ദൈവം ഒരു സമയം തീരുമാനിച്ചിട്ടുണ്ട്, അതിന് മുമ്പേ പോകുമോ? ക്യാൻസർ വന്നാൽ, വിഷം കുടിച്ചാൽ, ട്രെയിനിൻ്റെ മുമ്പേ ചാടിയാൽ പോകുമോ? പിന്നെ എന്തിനാ ബ്ലഡ് പ്രഷർ കയറുന്നു? പിന്നെ എന്തിനാ ബ്ലഡ് പ്രഷർ കയറുന്നു? ഇത് പ്രഷർ പറഞ്ഞ അസുഖം എന്തുവാ? ഒരു സമയം വെച്ചിട്ടുണ്ട്. നമ്മൾ വരുന്ന മുമ്പേ തന്നെ എക്സ്പയറി ഡേറ്റ് അടിച്ചിട്ടാ അയച്ചേക്കുന്നത്. മുടി നരയ്ക്കുമ്പോൾ എന്തുവാ പറയുന്നത്? ടൈം. സോ ശരീരത്തിൽ വേദന ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ എന്തോ ചെയ്തോണം? പോകാനുള്ള സൂട്ട് കേസ്, രഥം വരാറായല്ല, വന്നു കഴിഞ്ഞു. കർത്താവെ നീണ്ട ആയുസ് തരാൻ എന്തോ ചെയ്യല്ലേ? പ്രാർത്ഥിച്ചാൽ ചിലപ്പം നീണ്ട ആയുസ് തന്നാലോ? പിന്നെ എന്തായിരിക്കും പ്രാർത്ഥന? പിന്നെ എന്തായിരിക്കും പ്രാർത്ഥന? 60 ആകുമ്പോഴേ നമ്മുടെ മക്കൾ പറയുന്നത് എന്നാ പോയി കിട്ടുന്നത്, ഭാരമാണ്, കേൾക്കത്തുമില്ല. ഇവിടെ ദൈവം ആയുസ് കുറച്ചത് നീ സ്വയമേ തകർക്കും. എനിക്കറിയാം, അത്രയും സമയം മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് നോഹയുടെ സമയത്ത് ജലപ്രളയം അയച്ച് ചെയ്തതെന്തോ, സർവശക്തൻ ചെയ്തതെന്തോ? നീ എന്താ വെള്ളപ്പൊക്കം അയച്ച് ഇവരെ അങ്ങ് വൈപ്പ് ഔട്ട് ചെയ്തു, ക്ലീൻ ആക്കിയോ സ്ലൈറ്റ്. ആ ജലപ്രളയം വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമിയുടെ സ്ഥിതി എന്തുവായനെ? അന്നേരം തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര പെട്ടെന്നാണ് മനുഷ്യൻ വഷളായത്. എത്ര പെട്ടെന്ന് പാപം നമ്മളെ പിടിച്ചോ. വഷളാകുന്നത് സമയമെടുക്കത്തില്ലെന്നേ. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ ഇന്ന് വിശ്വാസികൾ ഈ ഭൂമിയിൽ ഉള്ളതുകൊണ്ട് പിന്നെയും കുറച്ചൊക്കെ സമാധാനം. ഉപ്പ് മാറിയാൽ വിവരം അറിയും. 7 വർഷത്തിൻ്റെ മഹാപുത്ര കാലം എന്തോ ആയിരിക്കും. ദ ഹിൻഡ്രർ, അതിൻ്റെ മലയാളം പരിശുദ്ധാത്മാവ് ഇന്നും ഭൂമിയിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇന്നും കുറച്ചൊക്കെ സമാധാനം. സോ അവിടെ നമ്മൾ നോക്കുന്നത് നോയയുടെ സമയം വന്നപ്പോൾ എന്തോ ചെയ്തു? അത് കഴിഞ്ഞിട്ട് അപ്പോസ്തല പ്രവൃത്തി 7-ാമത്തെ അധ്യായം, അല്ല അപ്പോസ്തല പ്രവൃത്തി പോകുന്ന മുമ്പേ നമ്മൾ അതിൻ്റെ ഉൽപ്പത്തി 9-ാമത്തെ അധ്യായം, ഒമ്പതല്ല 11-ാമത്തെ അധ്യായം, അതിൻ്റെ 9-ാമത്തെ വാക്യം. സർവ്വഭൂമിയിലെയും
ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കി കളയുക, അതിന് ബാബേൽ എന്ന് പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതത്തിലെങ്ങും ചിതറിച്ചു കളഞ്ഞു. ജലപ്രളയം കഴിഞ്ഞിട്ട് അടുത്ത കൊടുത്ത യുഗമേതാ? മനുഷ്യൻ തന്നെ വാഴാനുള്ള സമയം കൊടുത്തു. നീ തന്നെയാണ് വാണം. പക്ഷെ ചെയ്യേണ്ടത് എന്തുവാ? 6-ാമത്തെ അധ്യായം, ഉൽപ്പത്തി 6-ാമത്തെ അധ്യായം, 6 ജസ്റ്റ് എ മിനിറ്റ്, 9, 9:2 മുതൽ വായിച്ചു. ഭൂമിയിലെ സകല മൃഗങ്ങളിലും ആകാശത്തിലെ എല്ലാ പറവകളിലും സകല ഭൂചര ജന്തുക്കളിലും സമുദ്രത്തിലെ സകല മത്സ്യങ്ങളിലും നിങ്ങളെ പറ്റിയുള്ള പേടിയും നടുക്കവും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. പച്ചസസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പ്രാണനായിരിക്കുന്ന രക്തത്തോടു കൂടെ മാത്രം നിങ്ങൾ മാംസം ഭക്ഷിക്കരുത്. നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും. സോ ഇതിൽ ഞാൻ എല്ലാത്തിലും പോകുന്നില്ല, ജസ്റ്റ് ബ്രീഫായി പറയുന്നത്. നിഷ്കളങ്ക യുഗം, മനസാക്ഷി യുഗം, അത് കഴിഞ്ഞിട്ട് അത് മനസാക്ഷി യുഗം അവസാനിച്ചത് എപ്പോഴാണ്? ജലപ്രളയം വന്നപ്പോൾ അത് അവസാനിച്ചു. പക്ഷെ ചിന്തിച്ചു നോക്കിയേ, ആ മനസാക്ഷി യുഗത്തിലൊരു ഹാനോക്ക് ഉണ്ടായിരുന്നു. എത്ര വർഷം നടന്നു? എങ്ങനെ നടന്നു? ആബേൽ, ഹാനോക്ക് നടന്നോ? നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നോവ, അവനെങ്ങനെ നടന്നു? നമ്മളോട് ദൈവം നോയയോട് പറഞ്ഞ പോലെ നമ്മളോട് വല്ലതും പറഞ്ഞാലോ? ഫ്രാൻസിസ് ബ്രദർ, ദൈവശബ്ദം കേൾക്കണോ? എബി ബ്രദർ, you want to hear God's voice? He'll tell you do something like this. നോയയോട് എന്തോ പറഞ്ഞേ? അന്നേരം ആൾക്കാർ മഴ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? നമ്മളോട് അങ്ങനെ സംസാരിച്ചാലോ? നമ്മളെല്ലാം പറയുന്ന, കർത്താവേ എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണോ? പറഞ്ഞാട്ടെ. ഉണ്ടാക്കിയോ? മനസാക്ഷി യുഗത്തിലോർത്തൻ. അവനും 3 മക്കളും ഉണ്ടോ? കൂടെ ഉണ്ടോ? ബാക്കി ലോകം മുഴുവൻ വഷളായി. പക്ഷെ നോയയുടെ കുടുംബം അതെങ്ങനെ? നമ്മളൊക്കെ പറയുന്നത് നമ്മുടെ പിള്ളേരൊക്കെ ലോകം നശിപ്പിക്കുക. നമ്മുടെ മക്കളെ ലോകത്തിന് നശിപ്പിക്കാൻ കഴിയത്തില്ല, നമ്മളാണ് നശിപ്പിക്കുന്നത്. നോയയുടെ 3 ആൺപിള്ളേർ കൂടെ ഉണ്ടോ? നമ്മുടെ മക്കളോട് പറഞ്ഞാൽ കൂടെ നിൽക്കുമോ? മനോജ് പാസ്റ്റർ, 2 പേരില്ലേ ആൺമക്കൾ? നമ്മളൊരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞാൽ 2 കൂടെ കാണുമോ? അവരെന്തോ പറയും? പറക്കി സാറേ, ഇവരൊക്കെ എന്തോ പറയും? കൂടെ നിൽക്കുമോ? പറഞ്ഞേട്ടെ. നോയയുടെ 3 ആൺപിള്ളേർ കല്യാണം കഴിഞ്ഞവരാണോ? കൂടെ ഉണ്ടോ? അതെങ്ങനെ എല്ലോ പാസ്റ്റർ? അപ്പൻ വേദോസ്തം പിടിച്ചോണ്ട് പ്രസംഗിച്ചു നടന്നോ? അപ്പൻ്റെ പ്രസംഗം കേട്ട ആൾക്കാർ പറയുന്നത് പ്രാന്ത് പിടിച്ചതാ, വട്ട. പക്ഷെ ആ 3 ആൺപിള്ളേർ പറയുന്നത് വട്ടാണെങ്കിൽ വട്ട് മതി. ഞങ്ങളുടെ പിതാവ് ഒരു നോയയ്ക്ക് അന്ന് അവൻ്റെ 3 ആൺപിള്ളേരെ വരച്ച നടത്താമെങ്കിൽ ഇന്ന് നമുക്കോ? അന്നത്തെ ലോകം, നമ്മൾ പറഞ്ഞു അത് അന്നത്തെ ലോകമായിരുന്നു. അന്നത്തെ ലോകം ഇതിനെക്കാട്ടും വഷളായതുകൊണ്ട് അന്ന് വെള്ളപ്പൊക്കം അയച്ച അതിനെ എന്തോ ചെയ്തേ? അത്രയും വഷളത്രമുണ്ട്. പക്ഷെ അവരെ മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് അതിൻ്റെ ആ 3 മക്കളിൽ നിന്ന്, ആ ലോകത്തിൽ നിന്ന് അടുത്ത തലമുറ തുടങ്ങിയത്, അടുത്ത യുഗം തുടങ്ങിയത് അതേതാണ്? മനുഷ്യന് വാഴാനുള്ള ഹ്യൂമൻ ഗവൺമെൻറ്. നീ ഇനി വേണം, കുറച്ച് നിയമങ്ങളും കൊടുത്തു. മനുഷ്യനെ കൊല്ലാൻ നിനക്ക് അവകാശം, ആരെയും കൊല്ലാൻ നിനക്ക് അവകാശം ഇല്ല. പക്ഷെ അവസരം കൊടുത്തിട്ടും മനുഷ്യന് വാഴാൻ കഴിഞ്ഞോ? എന്തോ ഉണ്ടാക്കുക. 11-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 മാനുഷിക ഭരണത്തിൻ്റെ യുഗം.
മാനുഷിക ഭരണത്തിൻ്റെ യുഗമാണ്. ഇംഗ്ലീഷ് മലയാളം വേർഡ്സ് എനിക്കറിയത്തില്ല. സോ ഉൽപ്പത്തി 11:1, 2. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ സംസാര രീതിയുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു, ശിനാർ ദേശത്ത് സമഭൂമി കണ്ട് അവിടെ പാർത്തു. അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടിക ഉണ്ടാക്കി ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്കൊരു പേരും ഉണ്ടാക്കാമെന്ന് അവർ പറഞ്ഞു. ജലപ്രളയം അയച്ചിട്ട് എല്ലാവരെയും ഭൂമിയിൽ നിന്നും മയച്ച് കളഞ്ഞിട്ടും ആദാമിൻ്റെ സന്തതി വല്ല വ്യത്യാസമുണ്ടോ? ആദ്യത്തെ നിഷ്കളങ്കൻ, നമ്പർ 3 മാനുഷിക ഭരണത്തിൻ്റെ യുഗം. മാനുഷിക ഭരണത്തിൻ്റെ യുഗം ഇംഗ്ലീഷിലാണെങ്കിൽ ഹ്യൂമൻ ഗവൺമെൻറ്. മാനുഷിക ഭരണത്തിൻ്റെ യുഗം. ഇതുവരെ മനസാക്ഷി നടത്തി, ഇനി നീ തന്നെ ഭരണം ചെയ്യും. പക്ഷെ മനുഷ്യനെ കൊല്ലാനുള്ള അനുവാദം നിനക്കില്ല. പക്ഷെ അങ്ങനെ ഭരണം തുടങ്ങിയപ്പം മനുഷ്യൻ എന്തുവാ ചെയ്യുന്നത്? അതിൻ്റെ 3-ാമത്തെ വാക്യം, നമുക്ക് മണ്ണൊന്ന് കുഴച്ചിട്ട് ചൂടാക്കിയേ ഏതാണ്ടൊക്കെ ഉണ്ടാകാം. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. ബുദ്ധിയുണ്ടോ? പാപം വന്നിട്ടുണ്ടെങ്കിലും എന്തോ ചെയ്യാ? ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും പ്ലസ് എന്നുണ്ടാക്കാൻ തുടങ്ങിയതാ. എന്നാ അന്ന് തുടങ്ങിയതാ. ദൈവം അന്ന് ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ദുബൈയിലെ ബുർജ് ഖലീഫ അന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയതാ. പോവുക എങ്ങോട്ട്? മനസ്സിലാകുന്നുണ്ട് മനുഷ്യന്റെ സ്വഭാവം. ജലപ്രളയം കഴിഞ്ഞ് എല്ലാം മാറി. ഇത് വിശ്വാസികളുടെ സന്തതികളില്ലയോ? ആണോ? ഈ ഗോപുരം ഉണ്ടാക്കുന്ന ആരുടെ മക്കളാ? ആണോ? പിതാവ് ആരാ? നീതിമാനായിരുന്നോ? നീതിമാനായ നോഹയുടെ മക്കൾ ചേർന്ന് ഉണ്ടാക്കുക. എങ്ങോട്ട് പോകാനാ? മുകളിലോട്ട് പോകാൻ. ആകാശത്തോട്. നെക്സ്റ്റ് അതിന്റെ 9-ാമത്തെ വാക്യം, അതിന്റെ 7-ാമത്തെ വാക്യം, വരുവീൻ നമ്മൾ ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിക്കാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു. ദൈവം എന്തിനാ ഭാഷ കലക്കുന്നത്? ദൈവത്തിന് പേടിയാണോ? പേടിയാ? ഇവന്മാരൊക്കെ എല്ലാം കയറി മേളി വരുന്നേ. നമ്മളിവിടെ മണ്ണ് ചുട്ട് എങ്ങോട്ട് പോകാൻ തുടങ്ങിയേക്കുക. നമ്മൾ ഓർത്തേക്കുന്ന ഇവിടെ മേളിൽ എങ്ങാണ്ട് ഇരിപ്പുണ്ട്, അങ്ങ് കയറി അങ്ങ് ചെല്ലാൻ. ദൈവത്തിന് പേടിയായി, വെപ്രാളമായി. ഇവൻ മേളി കയറി വരുന്നത്, മേളിൽ നിന്ന് എറിഞ്ഞതില്ലയോ? എന്നിട്ട് ഇവൻ എന്താ ചെയ്യുക? ദൈവം അത് ചെയ്തത് എന്തിനാ? ഇവനൊക്കെ ഇത് ഉണ്ടാക്കിയ ഇവനെ തന്നെ, സ്വയത്തെ തന്നെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തോ ചെയ്തു? ഇവരെ ആരെ കൊന്നില്ല. എന്തോ ചെയ്തു? നമ്മളൊക്കെ മലയാളികൾ എവിടെ വന്നിരിക്കുക? ഈ കടലിൻ്റെ അടുത്ത് വന്നിരിക്കുക. അല്ലെങ്കിൽ ജമ്മു എല്ലാം ചെന്നാൽ അവിടെ തല്ല് കിട്ടുന്നു. നമ്മുടെ തമിഴ് സഹോദരന്മാരെവിടാ? പാലക്കാട് കഴിഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത്. എന്നാൽ എല്ലാവരും നമ്മൾ ഒന്നിച്ച് താമസിച്ചാൽ നമ്മുടെ ഭാഷയൊക്കെ കേട്ടാൽ എങ്ങനെ തല്ല് കിട്ടുമോ? പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ സ്വഭാവം എന്തോ കലക്കി. ഗോപുരം എന്തിയേ? ഗോപുരം എന്തിയേ? നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് അടുത്ത തുടങ്ങിയ യുഗമാണ് വാഗ്ദാനത്തിൻ്റെ, പ്രോമിസ്, വാഗ്ദത്ത യുഗം. അടുത്ത യുഗം തുടങ്ങുന്നത്, ഗോപുരം കഴിഞ്ഞ് തുടങ്ങുന്ന ഏത് യുഗമാണ്? വാഗ്ദത്ത യുഗം. ഇതുവരെ എന്തൊക്കെ നടന്നു? മനസാക്ഷി യുഗത്തിൽ നടക്കാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. അടുത്തത് മാനുഷിക ഭരണത്തിൻ്റെ യുഗം വാഴാൻ കഴിയുന്നുണ്ടോ?
പിന്നെ ദൈവം പറയുന്നത് ഇനി അടുത്ത് തുടങ്ങുന്നത് എന്തുവാ? വാഗ്ദത്ത യുദ്ധം. അപ്പോസ്തല പ്രവൃത്തി 7-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. Acts 7:2-3. സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പി. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവൻ പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അടുത്ത യുഗം ഏതാ? വാഗ്ദത്ത യുഗം. അന്നേരം ദൈവം ചെയ്യുന്നത് എന്തുവാ? നിങ്ങളുടെ വേദോസ്തവത്തിന്റെ പുറയിലും മാപ്പ് കാണുമല്ലോ. ഊറുണ്ടോ? നോക്കിയേ, ബൈബിളിന്റെ പുറയിലും മാപ്സ് ഉണ്ടല്ലോ. ആ മാപ്പ് അല്ല എല്ലോ പാസ്റ്ററെ, അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ മാപ്പ്. അവിടെ തന്നെ അതിൽ ഊറുണ്ടോ? കണ്ടോ? എന്ത് ചെയ്യേ? തപ്പിക്കേ. വർഗീസ് പാസ്റ്റർ അവിടെ അല്ല, അത് കഴിഞ്ഞിട്ട് ഒരു മാപ്പ് കൂടെ കാണുമല്ലോ. അതാണോ? വർഗീസ് പാസ്റ്ററിന് കിട്ടിയോ? ഡിക്സൺ ബ്രദറിന് കിട്ടിയോ? ഉണ്ടോ? തൃശ്ശൂരുടെ അടുത്താ. പിള്ളേർ കിട്ടിയോ? അവിടെ കിട്ടിയില്ല. ഇതാ ഡൂർ താണ്ട് അവിടെ കാണാം. ഇന്നത്തെ ഇറാഖ്. അപ്പച്ചൻ്റെ പേരെന്തുവാ? എവിടെ പാർക്കുന്നവനാ? ഊരി പാർക്കുന്നവൻ. അപ്പച്ചൻ്റെ പേരെന്തുവാ? അബ്രാം. വാഗ്ദത്ത യുഗം തുടങ്ങുന്നത് എങ്ങനാ? അപ്പച്ചൻ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തുവാ ശബ്ദം? 3-ാമത്തെ വാക്യം. നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ചെല്ലുക. അപ്പച്ചൻ അവിടുന്ന് യാത്ര തിരിച്ചു. ആ മാപ്പിൽ തന്നെ നോക്കിയാൽ ഹാരാനുണ്ടോ? കിട്ടിയോ? നേരെ നോക്കി ഹാരാൻ മേളില. അപ്പച്ചൻ അവിടെ ചെന്ന് പാർക്കാൻ തുടങ്ങി. എന്തോർത്തോണ്ടാ? ഇതായിരിക്കും വാഗ്ദത്ത ആണ്. പക്ഷെ അവിടെ നിന്നും പിന്നെ ആരെ മാറ്റി? പിതാവിനെ മാറ്റി. 12-ാമത്തെ അധ്യായം ഉൽപ്പത്തി 12-1 വായിച്ചേ. യഹോവ അബ്രാമിനോട് ഇപ്രകാരം അരുളി ചെയ്തു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഇത് പിന്നെയും അങ്ങനെ പറയുന്നത്. ഇത് 2-ാമത്തെ വിളിയാ. അബ്രഹാമിന് 2 വിളിയുണ്ട്. നിന്റെ പിതൃഭവനവും ചാർച്ചക്കാരെ എല്ലാം വിട്ട്. കാരണം അത് ഹാരാനി പിന്നെയും പറയുന്നതിന്റെ കാരണം അപ്പച്ചൻ ഇവിടെ വന്നു. അപ്പച്ചന്റെ പുറകെ ആരൊക്കെ വന്നിട്ടുണ്ട്? അച്ചായൻ അങ്ങോട്ട് പോയതേ ഉള്ളൂ. പറയുന്നു ബാക്കി എല്ലാവരും വന്നു. അതിൻ്റെ പ്രൂഫ് ഇസാക്കിന് വേണ്ടി, മണവാട്ടിക്ക് വേണ്ടി ഏലിയാസറിനെ ദാസനെ അയച്ചത് എങ്ങോട്ടാ? ഊറിലല്ല. എങ്ങോട്ടാ? ആരാണ്? കാരണം ചാർച്ചക്കാരെല്ലാം ക്രമേണ എവിടെ എത്തി? ആരാനി എത്തി. അവിടെ വന്നിട്ടും ആടുമാടുണ്ടായോ? സ്വത്തുണ്ടായോ? ഉണ്ടല്ലോ. 12:4-5. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്തുമാനോട് കൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. അബ്രാം തന്റെ ഭാര്യയായ സാറായിയെയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ടു കനാൻ ദേശത്തേക്ക് പോകാൻ പുറപ്പെട്ടു. കനാൻ ദേശത്തെത്തി. അവിടെ നിന്ന് യാത്ര ചെയ്ത് അബ്രഹാം എങ്ങോട്ട് എത്തുക? ഒരു ചോദ്യം. ഊറി താമസിക്കുന്ന ഒരുവനെ അവിടുന്ന് വിളിച്ച് ഇങ്ങോട്ട് എന്തിനാ കൊണ്ടുവരുന്നത്? അവനെ അനുഗ്രഹിക്കണ്ടായോ? അതെവിടെ അനുഗ്രഹിക്കാം? ഊരി അനുഗ്രഹിക്കാമോ? സന്തതി കൊടുക്കാമല്ലോ.
അവനെ എന്തിനാ അവിടുന്ന് വിളിച്ച് ഇവിടെ കൊണ്ടുവരുന്നത്? അതുപോലെ തന്നെയാ അബ്രഹാമിനെ വിളിച്ച ദൈവം നമ്മളെയും ഓരോ സ്ഥലങ്ങളിലാക്കിയിരിക്കുന്നത്. നമ്മുടെ ഇടയ്ക്ക് സഹോദരന്മാരുണ്ടല്ലോ, ഓസ്ട്രേലിയ, ബഹ്റൈൻ, പിന്നെ ദുബായ്, പിന്നെ വെളി രാജ്യങ്ങൾ, വേറെ വല്ല രാജ്യങ്ങളുണ്ടോ? വേറെ ആരെങ്കിലുണ്ടോ? നമ്മളെ ഓരോരുത്തരെയും ഓരോ സ്ഥലങ്ങളാക്കിയിട്ടുണ്ടോ? നമ്മൾ പോയത് എന്തിനാ പറഞ്ഞാട്ട്? നമ്മളെന്തിനാ പോയത്? പൈസ ഉണ്ടാക്കാൻ. നമ്മൾ പോയത് പൈസ ഉണ്ടാക്കാനാണ്. പക്ഷെ ദൈവം കൊണ്ടുപോയി വേറെ പദ്ധതി വെച്ചാ അല്ലേ? ആര് കൊണ്ടുപോയതാ? ആര് കൊണ്ടുപോയി? അനിൽ ബ്രദറുണ്ട്, ഇടുക്കിക്കാരനില്ലയോ അനിൽ ബ്രദർ? ഇടുക്കി കിടന്ന് ഒരുത്തനെ കൊണ്ടുപോയി എങ്ങോട്ട്? ഇവിടെ ജോലി കിട്ടാന്നോണ്ട് എവിടെ? ദൈവം കൊണ്ടുപോയതാണോ? ഒരു പദ്ധതി വെച്ച് കൊണ്ടുപോയതാ? നമുക്കിപ്പം മനസ്സിലാകുന്നില്ല. ഒരു സമയം വരും. അച്ഛൻ എവിടെ എത്തി? എവിടെ? കാനാനി. അച്ചായനെ കൊണ്ടുവന്നത് അച്ചായനെ അനുഗ്രഹിക്കാനല്ല. ഒരു ബത്ലഹേം ഉണ്ട്, ഒരു ഗോൽഗോത്തയുണ്ട്. ഇവിടെ സ്ത്രീയുടെ സന്തതി വരുമെന്ന് പറഞ്ഞായിരുന്നോ? പറഞ്ഞോ? നീ ഇപ്പോഴൊന്ന് വെളിയിൽ ഇറങ്ങ. ഞാനൊരു സമയം വെച്ചിട്ടുണ്ട്. ഞാൻ തക്ക സമയത്ത് വരും. ഞാൻ എവിടെ വരുന്നേ അതും എനിക്ക് അറിയാം. അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയോ? അച്ചായൻ എത്തിയോ? അന്നേരം അച്ചായൻ ഒരു ചോദ്യം ചോദിക്കുന്നത് 15-ാമത്തെ അധ്യായം എൻ്റെ 7-ാമത്തെ വാക്യം, 7-ഉം 8-ഉം. പിന്നെ അവരോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തു. കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എങ്ങനെ അറിയുവാൻ കഴിയുമെന്ന് ചോദിച്ചു. പക്ഷെ അതിന്റെ മേളില് 15-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം, അതിനുശേഷം അബ്രാഹാമിന്റെ ദർശനത്തിലുണ്ടായ യഹോവയുടെ അരുളപ്പാട്, അബ്രാഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിന്റെ 2-ാമത്തെ വാക്യം, അതിന് അബ്രാഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമ്മശേഖുകാരനായ എലീയേസർ ആകുന്നു എന്ന് പറഞ്ഞു. ഞാൻ അബ്രാഹാമിന്റെ ജീവിതത്തിൽ പോകുന്നില്ല, കാരണം അത് മുമ്പേ എടുത്തിട്ടുണ്ട്. ഇവിടെ ആർക്കെങ്കിലും വേണമെങ്കിൽ അതിന്റെ MP3s എടുക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് സിമ്പിൾ ഒരു കാര്യം. അപ്പച്ചൻ്റെ ആഗ്രഹം എന്തുവാ? എനിക്ക് അറിയില്ല, മക്കളില്ല. നീ പറയപ്പെടണ്ട, ഞാനില്ലേ നിന്നെ വിളിച്ചത് തരാന്നേ. വെളി കൊണ്ട് എന്തുവാ കാണിച്ചേ? എങ്ങോട്ട് പറഞ്ഞു? വെളിവാ. 5-ാം എങ്ങോട്ട് കാണിച്ചു? നീ ഒരു കൊച്ചിന് വേണ്ടിയില്ലയോ ഭാരപ്പെടുന്നത്? നീ അങ്ങോട്ട് ഒന്ന് നോക്കിക്കേ, തരാന്നേ. നമ്മളും അബ്രാം തമ്മിലുള്ള വ്യത്യാസം എന്തോ? അബ്രാം മേളോട്ട് നോക്കി ദൈവം പറഞ്ഞതങ്ങ് വിശ്വസിച്ചു. നമ്മൾ മേളിലോട്ട് നോക്കുന്നു, പുസ്തകം വായിക്കുന്നു, എന്നിട്ടും എന്തോ ഇല്ല, വിശ്വാസം. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ 6-ാമത്തെ വാക്യം, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവൻ അവൻ പറഞ്ഞത് വിശ്വസിച്ചാൽ മതിയല്ലോ. ഇത് അത്ര പ്രയാസമുള്ള വിഷയമാണ്. ദൈവം പറഞ്ഞത് വേദോസ്തം ഇല്ലാത്തവൻ, ദൈവം അവനോട് ഇത് പറഞ്ഞില്ല. സങ്കീർത്തനം 23:1 വായിക്കാൻ അവനെ വെളിയിൽ കൊണ്ടുവന്നു, അത് കാണിച്ചു. അബ്രാഹാം പറഞ്ഞു, നീ പറഞ്ഞോ മതി, നീ പറഞ്ഞതില്ലേ, ഞാൻ ഈ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. വിശ്വാസികളുടെ പിതാവായോ? പറഞ്ഞാട്ടെ. വല്ല പ്രസംഗം പ്രസംഗിച്ചോ? രോഗികളെ സൗഖ്യമാക്കിയോ? വിടുതലിൻ്റെ ശുശ്രൂഷകളും ചെയ്തു. അബ്രാഹാം ചെയ്തത് എന്തുവാ? കണ്ണടച്ച്. നമുക്ക് ഈ കണ്ണടച്ച് വിശ്വസിക്കാൻ എന്താ ഇത്ര പ്രയാസം? അവനെ ആരാക്കി തീർത്തു? വിശ്വാസികളുടെ. അവനൊക്കെ നമ്മുടെ ഇടയ്ക്ക് അബ്രഹാം ഉച്ചായനൊക്കെ വന്നു കഴിഞ്ഞാൽ യോഗമൊക്കെ കണ്ടാൽ എങ്ങനെയിരിക്കും? മണവാട്ടിയിലുണ്ടോ അബ്രഹാം? അവരെവിടെ ഇരിക്കുക? പുതിയ യെരൂശലേമിന്റെ എവിടാ? മതിലേലില്ലയോ? നമ്മൾ പറയുന്നത് നമ്മളാരാ? മണവാട്ടി. അപ്പച്ചനോട് പറഞ്ഞത് അങ്ങനെ തന്നെ.
നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. അബ്രഹാം കണ്ണടച്ച് എന്താ ചെയ്യുക? വിശ്വസിക്കുക. അത് മനസ്സിലാക്കാൻ ഈ പടം കണ്ടോ? രസമുണ്ടോ? അബ്രഹാമൊക്കെ തെറ്റ് ചെയ്തോ? മണ്ടത്തരമൊക്കെ കാണിച്ചിട്ടുണ്ടോ? ആ, ചെയ്തോ? കനാനി വന്നപ്പോൾ ഒരു ക്ഷാമം ഉണ്ടായപ്പോൾ എങ്ങോട്ട് പോയി? ദൈവം അവനെ തല്ലിയോ? ആ, തല്ലിയോ? തല്ല് കിട്ടിയോ? ആരെ പിടിച്ചു? കോളർ പിടിച്ചത് ആരുടെയാ? ഫറോവോനെ. അവനെ എന്താ തല്ലാഞ്ഞേ? അബ്രഹാമിനെ ഒക്കെ നോക്കുമ്പോൾ ദൈവം നമ്മളെ നോക്കുമ്പോൾ അബ്രഹാമൊക്കെ പറഞ്ഞ് അനുസരിച്ചു. ഈ കൊച്ചു പിള്ളേർ പോലെ നിഷ്കളങ്കര. ഇവരൊക്കെ തുണിയൊക്കെ അഴുക്കാക്കുമോ? അഴുക്കാക്കുമോ? ആ, അഴുക്കാക്കുമോ? അന്നേരം എൽഡോ പാസ്റ്റർ എന്താ ചെയ്യും? വടിയേട്ട് ഇവരെ തല്ലുവോ? ആ, ഇവരെ തല്ലാൻ തോന്നുമോ? പറഞ്ഞാട്ടെ. ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആത്മാർത്ഥതയുണ്ടോ? നീ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, അതിൻ്റെ അപ്പുറം ഒന്നും വേണ്ട. അവിടെ ആത്മാർത്ഥത കണ്ടോ? സ്വർഗരാജ്യം ആർക്ക് വേണ്ടിയാ? ശിശുക്കൾ പറഞ്ഞ നമ്മളൊക്കെ സ്വർഗരാജ്യം അനുഭവിക്കാത്ത കാരണം നമ്മൾ കുറച്ച് വളർച്ച കൂടുതലായി. നമ്മൾ അപ്പൻ അമ്മയെക്കാട്ടും കൂടുതൽ ചിന്തിക്കുന്നവരാണ്. സ്വർഗരാജ്യം ആർക്ക് വേണ്ടിയാ? ശിശുക്കൾ പറഞ്ഞാൽ പറഞ്ഞോ, വിശ്വസിച്ചോ. തെറ്റുകൾ ചെയ്യുന്നുണ്ട്. എന്താ തെറ്റുകൾ ചെയ്യുന്നേ? അവർക്ക് എങ്ങനെ നടക്കണമെന്ന് അറിയുന്നില്ല. കൈപ്പിടിച്ചാന്നോ നടത്തുന്നേ? അതുകൊണ്ട് എടുത്തുകൊണ്ട് നടക്കുക എന്നോ? പറഞ്ഞാട്ടെ. അവരെങ്ങനെ നടത്തുക? കയ്യിൽ എടുത്ത് താങ്ങി നടത്തുക. തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളും പറയുന്നേ, ഞാനും തെറ്റ് ചെയ്താൽ ദൈവം എന്ത് ചെയ്യും? നമ്മൾ ഈ യുഗത്തിലായിരുന്നെങ്കിൽ ക്ഷമ കിട്ടിയേ. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാ? നമ്മൾ വന്നത് ഏത് യുഗത്തിലാണ്? നമ്മൾ ജനിച്ച ഏത് യുഗത്തിലാണ്? ഇങ്ങനെ നടന്നാൽ കാര്യം നടക്കത്തില്ല. പക്ഷെ ഇന്ന് മിക്കവാറും വിശ്വാസികൾ പ്രായം 40 പാല് വേണമെന്ന്, സിർലാക്ക്, ലാക്ടോജൻ, കട്ടിയുള്ള ആഹാരം കൊടുത്താൽ വയറ്റിളക്കം പിടിക്കും. മനസാക്ഷി യുഗത്തിലൊക്കെ ജീവിച്ചവർക്ക് നടക്കാമെങ്കിൽ നമുക്കോ? ക്ഷാമം വന്നപ്പം എങ്ങോട്ട് പോയി? ഫറോനെ പിടിച്ച് അവളെ തൊട്ടേക്കല്ലേ? എന്താ, നിനക്കൊരു ഭാര്യയായി തരാനല്ല ഇവനെ ഞാൻ അവിടുന്ന് വിളിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഇവൻ എൻ്റെ പദ്ധതി മനസ്സിലായിട്ടില്ല, പക്ഷെ തൊട്ട് കളിച്ചേക്കല്ലേ ഇങ്ങനെ. അബ്രഹാമിൻ്റെ വിഷയത്തിൽ ദൈവത്തിന് അത്ര എരിവുണ്ടെങ്കിൽ നമ്മുടെ വിഷയത്തിലോ? പറഞ്ഞാട്ടെ. ഫറോന് സാറെ തൊടാൻ പോലും സർവശക്തൻ അനുവദിച്ചില്ല. എന്താ? അവൻ ദൈവത്തിൻ്റെ ആലയമാണോ? ആരാ? ഇവർ ദൈവാലയമാണോ? അല്ലല്ലോ. ഞാനാ ഇവനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നത്. തൊട്ടേക്കല്ലേ, വിവരം അറിയും. അപ്പോഴേ ഫറോ എന്തോ ചെയ്തു? കൊടുത്തതൊക്കെ ഒന്നും തിരിച്ചെടുത്തില്ലെന്നേ. അതെല്ലാം എടുത്തോണ്ട് നീ പോന്നേ, അല്ലെങ്കിൽ ഫറോനാ കൊന്നേനെ. അവനെ വിളിച്ചു കൊണ്ടുവന്നത്. എനിക്കൊരു പദ്ധതിയുണ്ട്. എന്തുവാ പദ്ധതി? ആര് വരും? ആര് വരും? സ്ത്രീയുടെ. ഇപ്പോഴത്തേക്ക് നമ്മുടെ അച്ചായൻ പറഞ്ഞത്, എനിക്ക് ഈ ഭൂമി കിട്ടും 15:8 എന്തുവാ? കർത്താവായ യഹോവേ, ഞാൻ അതിന് അവകാശം
എന്നുള്ളത് എനിക്ക് എങ്ങനെ അറിയാൻ കഴിയുമെന്ന് ചോദിച്ചു. എനിക്ക് എങ്ങനെ അറിയുവാൻ കഴിയും? മുമ്പേ കാണിച്ച ഫോട്ടോസ് ഇപ്പം ശ്രദ്ധിക്കണം. ഇവിടെ മുഖം ഒന്ന് കണ്ട എങ്ങനെയിരിക്കുന്നു? കപടഭക്തി വല്ലതും ഉണ്ടോ? നിഷ്കളങ്കതയുണ്ടോ? ഉണ്ടോ? അതുകൊണ്ടാണ് ദൈവം അവരെ താങ്ങിയത്. അവരെ കാണുമ്പോൾ പറഞ്ഞാൽ മതി, അനുസരിക്കും. യോസഫ് ആണെങ്കിൽ ഇവനെ എത്ര തല്ലിയാലും ഇവനെ അനാശം പറയുന്നത്. സ്നേഹിക്കുന്നുണ്ടോ? അവരെ നടത്തിയത് എങ്ങനെ നടത്തി? എടുത്തോണ്ട് നടന്നോ? പക്ഷെ നമ്മൾ പറഞ്ഞ കർത്താവെ എന്നെ ഇപ്പോൾ എടുത്ത് നടക്കണം, ഞാൻ തോളയിരുന്നോളാം. അബ്രാമിന് കൊടുത്ത അനുഗ്രഹം എനിക്കും വേണം. അവന് കൊടുത്തത് എന്തുവാ? സിർലാക്ക്. നമുക്കും വേണോ? ആണോ? കർത്താവെ കഞ്ഞിയും പയറൊക്കെ വേണ്ട, എനിക്ക് എന്തോ വേണം? ആ ചെറിയ കപ്പിനകത്ത് ആ ചെറിയ സ്പൂൺ വെച്ച് എന്തോ ഇട്ടതാ? സിർലാക്ക്. കടലയൊക്കെ തന്നാൽ എനിക്ക് എന്തോ പിടിക്കും? വൈറ്റണക്കം പിടിക്കും. ഞാൻ തോളെ ഇരുന്നോളാം, ഒരു സാത്താനും എന്നെ തൊടല്ലേ. അബ്രഹാമൊക്കെ ഇരിക്കുന്ന കണ്ടോ? ഫറവോൻ തൊടാൻ വന്നാ. ശ്രദ്ധയോട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ വിശ്വാസം സിമ്പിൾ ഒരു കാര്യം. ദൈവത്തിൻ്റെ സ്വഭാവം ഇവർക്ക് മനസ്സിലായി. സ്വന്തം മോന് വേണ്ടി ഭാര്യയെ എവിടെ നിന്ന് കൊണ്ടുവന്നു? എവിടെ നിന്ന്? പ്രാർത്ഥിച്ചോ? ആരെ അയച്ചു? എലിയാസർ പറഞ്ഞത് അഥവാ പെൺകുട്ടി വന്നില്ലെങ്കിൽ മോനെ കൊണ്ടോട്ടെ. അബ്രഹാം പറഞ്ഞത് എന്താ? ദൈവ സ്വഭാവം മനസ്സിലായി. എന്നെ ഇവിടെ കൊണ്ടുവന്നതാ, പദ്ധതിയുണ്ട്, ഞാൻ കൂടാരത്തിൽ പാർത്തോളാം ഇവിടെ. കാരണം ഇവിടെ അബ്രഹാം ദൈവത്തോട് ചോദിച്ചത് എനിക്ക് ഈ സ്ഥലം കിട്ടുമെന്ന് എങ്ങനെ അറിയാം? നമ്മൾ ഈ വിഷയം വെച്ചോണ്ടാ പറഞ്ഞത്. ആ കിളിയെ പിളർക്കാത്തോണ്ടാണ് 400 വർഷം അങ്ങോട്ട് വരുന്നത്. ഇങ്ങനത്തെ അബ്രഹാമിനെ 400 വർഷം അവിടെ ഇഷ്ടി ഉണ്ടാക്കാൻ കൊടുക്കാൻ മനസ്സുണ്ടാകുമോ ദൈവം? ഒരു ചെറിയ തെറ്റ് ചെയ്തതിന്. ഇതിനെക്കാട്ടും വലിയ അബദ്ധം കാണിച്ചത് എന്തുവാ? സ്വന്തം ഭാര്യ ആരുടെ കൊടുത്തു? ആരുടെ കൈ കൊടുത്തു? ഫറവോന്. അതിന് വല്ലതും തല്ല് കിട്ടിയോ? പക്ഷെ നമുക്ക് ആ ചെറിയ കിളിയെ പിളർക്കാത്തോണ്ട് നമ്മൾ ഇവനെ എങ്ങോട്ട് അയക്കുക? അതിന്റെ ശിക്ഷ 400 വർഷം. തെറ്റ് ചെയ്യുന്നതൊന്നും ഒരു ശിക്ഷയുമില്ല. പക്ഷെ അനുഭവിച്ചതെല്ലാം ആരാ? അവന്റെ തലമുറ. നമ്മുടെ ഇന്റർപ്രിട്ടേഷൻസ്. 400 വർഷം അങ്ങോട്ട് അയച്ചത് ആ കിളിയെ പിളർക്കാത്തോണ്ടല്ല, അതിന് വേറെ കാരണമുണ്ട്. താഴെ നമ്മൾ നോക്കുമ്പോൾ വായിച്ച അതിന്റെ 18-ാമത്തെ, ഞാൻ ആ വിഷയത്തിൽ പോകുന്നില്ല. അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, ഫെനിസ്യർ, കദ്മോന്യർ, ഹിത്യർ, പെരിസ്യർ, റെഫായീമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്ത് തന്നെ തന്നിരിക്കുന്നു എന്നാരംഭിച്ചു. അബ്രഹാം കനാനി വന്നപ്പോ ഇത് ഖാലിയല്ല, രാജ്യങ്ങളുണ്ട്. അച്ഛൻ ചോദിച്ചാൽ ഇത് എനിക്ക് കിട്ടുമെന്ന് എങ്ങനെ അറിയാം? നീ ഭാരപ്പെടണ്ട, ദൈവം ഒരു ഉടമ്പടിയാ ചെയ്തത്, നീ ഭാരപ്പെടണ്ട. അടുത്ത് സംഭവിക്കുന്ന പ്രോഗ്രാം എല്ലാം പറഞ്ഞു കൊടുക്കുന്നേ, ഇതായിരിക്കും ഇനി സംഭവിക്കുന്നത്. നീ പ്രായം ചെന്നിട്ട് അതിന്റെ 15-ാമത്തെ വാക്യം, നീ സമാധാനത്തോട് നിന്റെ പിതാക്കന്മാരുമായി ചേർന്നു. നല്ല വാർദ്ധക്യത്തിൽ സംസ്കരിക്കപ്പെടും. 4ാമത്തെ തലമുറ തിരിച്ചു വരും. നീ ടെൻഷൻ എടുക്കാതെ. ഉറപ്പ് കിട്ടിയോണ്ടാണ് അബ്രഹാം ഇസാക്കിന് വേണ്ടി, പെൺകുട്ടിക്ക് വേണ്ടി എവിടെ അയച്ചത്? ഹാരാനി അയച്ചത്. കാരണം ഇവിടെ ഇസാക്കിന് ഇവിടെ പെൺകുട്ടികൾ കിട്ടുമോ? ബന്ധക്കാർ കിട്ടും. വേണ്ട, ദൈവം ഈ സ്ഥലം എനിക്ക് തന്നേക്കുന്നത്.
സോ നെക്സ്റ്റ് നമ്മൾ സ്പീഡിൽ മുന്നോട്ട് പോകുമ്പോൾ അബ്രഹാം കഴിഞ്ഞ് ആര് വന്നു? നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. മത്തായി സുവിശേഷം ആദ്യത്തെ അധ്യായം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു അധ്യായമാണ്, ഇല്ലേ? അതൊന്ന് വായിച്ചു നോക്കി. മത്തായി 1-ാമത്തെ അധ്യായം. അതിന്റെ 1 മുതൽ വായിച്ചേ. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാമിന് ഇസ്ഹാക്ക് ജനിച്ചു. അബ്രഹാമിന് ആര് ജനിച്ചു? ഇടയ്ക്ക് പ്രശ്നങ്ങളുണ്ടായോ? അബ്രഹാമും ഇസാക്കിന്റെ ഇടയ്ക്ക്. നമ്മളെ വംശാവലിയുടെ ചാർട്ട് ഉണ്ടാക്കിയാൽ അറിയാം ദൈവത്തിന്റെ പ്രവൃത്തി. ഒത്തിരി ആഴമുള്ള അധ്യായം മത്തായി 1-ാമത്തെ അധ്യായം. മത്തായി 1 മനസ്സിലായില്ലയോ പുതിയ നിയമം ഒരു പിടിയും കിട്ടത്തില്ല. പഴയ നിയമം മുഴുവൻ ഒതുങ്ങിക്കിടക്കുന്നത് മത്തായി 1-ാമത്തെ അധ്യായമാണ്. അച്ചായനും അമ്മാമ്മ നോക്കിയപ്പോൾ സന്തതിയില്ല. ആര് വന്നു പറഞ്ഞാട്ടെ? ഇഷ്മായേൽ ദൈവം സ്വീകരിച്ചോ? എനിക്ക് നിന്റെ സഹായം വേണ്ട, നിന്റെ പദ്ധതി ഒന്നും ഞാൻ സ്വീകരിക്കത്തില്ല. അത് പറഞ്ഞ് കാണിച്ചു തരാൻ സിമ്പിൾ ഒരു എക്സാമ്പിൾ. നമ്മളൊക്കെ പ്രാർത്ഥിച്ച് വലിയ പ്ലാനും വെച്ചോണ്ട് ഈ പേപ്പറിലൊക്കെ പ്ലാൻ ഉണ്ടാക്കും. നമ്മുടെ കാര്യം, നമ്മുടെ മക്കളുടെ കാര്യം, ഇത് എല്ലാം പ്ലാൻ ചെയ്തേക്കുക. ഇൻഷുറൻസ് പോളിസിയും ഉണ്ട്. ഞാൻ മരിച്ചാൽ ഭാര്യയുടെ കാര്യം നോക്കാനും എല്ലാം ചെയ്തു വെച്ചേക്കുക. പ്രാർത്ഥിക്കുക, കർത്താവേ ഇതിനെ എന്ത് ചെയ്യണം? ദൈവം എന്ത് ചെയ്യും? നിന്റെ പദ്ധതി എന്നോട് പറയുക. എനിക്കൊരു പദ്ധതി. നമ്മുടെ പദ്ധതി എവിടാ? കണ്ടു കിടക്കുന്നു. അത് ഒന്ന് കളഞ്ഞു, സാരമില്ല, അടുത്തതുണ്ടാക്കണം. പ്ലാൻ എ, പ്ലാൻ ബി. നമ്മുടെ ഗാർബേജ് ബിൻ മുഴുവൻ എന്തുവാ? നമ്മുടെ കച്ചടയുടെ ഡബ്ബ മുഴുവൻ എന്തുവാ? അതും തുറന്ന് നോക്കിയേ. എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്? എബി ബ്രദർ ഉണ്ടാക്കിയോ? ഡിക്സൺ ബ്രദർ കള്ളു കുടിച്ച് പണ്ട് ഓട്ടോ ഒക്കെ ഓടിച്ചപ്പോൾ എന്തായിരുന്നു പദ്ധതി? വെറുതെ സാറേ, നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ സജി പാസ്റ്റർ എന്തായിരുന്നു? പണ്ട് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെ പദ്ധതി ഉണ്ടാക്കുന്നത്? ഇതെല്ലാം എന്തിയേ? ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദുഃഖവും പ്രയാസവും സങ്കടം എല്ലാം വന്നതാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കോഴിക്കോടിലുണ്ടായിരുന്ന പ്രസാദ് ബ്രദറുണ്ട്. അവിടുത്തെ CSI പള്ളിയുടെ ആരായിരുന്നു? സെക്രട്ടറി. വലിയ നിയമങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കിയതാ. വലിയ തീവ്രവാദിയായിരുന്നു. ദൈവം ഇവിടുന്ന് പൊക്കി എവിടെ കൊണ്ടുപോയി? അമേരിക്കയിൽ. അവിടെ ചെന്നാ വെള്ളത്തിൽ മുക്കിയത്. ഈ പ്രാവശ്യം അച്ഛൻ ഇങ്ങോട്ട് വന്നപ്പോൾ 26 പേർ കോഴിക്കോടിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുക. CSIയിലെ വലിയ ആളാ. ഇവിടെ മുക്കാൻ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ദൈവം എവിടെ കൊണ്ടുപോയി മുക്കി? എവിടെ കൊണ്ടുപോയി? ദൈവത്തിന് അറിയാതെ നമ്മളെ എവിടെയൊക്കെ കൊണ്ടുപോയി മുക്കണമെന്ന്. അബ്രഹാം ചിന്തിച്ചത്. അബ്രഹാം ഉണ്ടാക്കിയ ഒരു പദ്ധതി. ആരാ? ഇഷ്മായേൽ. വേണ്ട, എനിക്കൊരു പദ്ധതിയുണ്ട്. ആരാ വന്നോ? ഏത് പ്രായത്തിലാ? നമ്മുടെ അച്ചായൻ അന്ന് മരത്തിൻ്റെ താഴെ ഇരിപ്പുണ്ടോ ഒരാൾ? എന്തിനാ വന്നത്? എന്തിനാ വന്നേ? നല്ലപോലെ മനസ്സിലാക്കണം. മരത്തിൻ്റെ താഴെ വന്നിരിക്കുന്നവൻ ഏതാ? ആരോടാ സംസാരിക്കുന്നേ? നീ തന്ന സ്ത്രീ നിമിത്തം പറഞ്ഞതാ അച്ചായൻ്റെ അപ്പൻ. ആണോ? തോട്ടത്തിൽ നിന്ന് വെളിയിൽ ഇറക്കിയിട്ട് തോട്ടത്തിൻ്റെ വെളി വന്നോ? വിശ്വസ്തനാണോ? പറഞ്ഞാൽ തോട്ടത്തിൽ നിന്ന് വെളിയിൽ ഇറക്കിയവൻ വെളി വന്നോ? മരത്തിൻ്റെ താഴെ ഇരിപ്പുണ്ടോ? അവൻ തന്നെയാണോ? അത് ദൂതനെയാണോ വായിച്ചേ? അവൻ തന്നെയാണോ? എന്തുവാ പറയുന്നത്? അടുത്ത വർഷം നിനക്ക് എന്തുണ്ടാവും? വേണ്ടെന്നേ, എനിക്കുണ്ട്. അത് നിൻ്റെതാ, എൻ്റേത് വരുന്നുണ്ട്. ആരാ? ഇസാക്ക്. വന്നോ?
അതൊക്കെ നമ്മൾ ചിന്തിച്ച ഇതാ വചനം ധ്യാനിക്കുമ്പോൾ അകത്തൊരു കത്തൽ കുഴിക്കും. മനുഷ്യൻ ജീവിക്കുന്ന അപ്പം കൊണ്ടല്ല, ദൈവത്തിൻ്റെ ഇതൊക്കെ ഒന്ന് ഭക്ഷിക്കാൻ തുടങ്ങിയേ ബോൺവിറ്റായിക്ക് അത്രയും ബലം തരാനൊക്കത്തില്ലതേ. ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും അതിനെ നോക്കി ചിരിക്കണമെങ്കിൽ ഈ വചനം ഒന്ന് ഭക്ഷിച്ചേ. ഇതിനൊരു പ്രത്യേക രുചിയാ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ താഴെ അബ്രഹാം, രണ്ടാമത്തെ വാക്യം, ഇസാക്കും യാക്കോബിന്റെ ഇടയ്ക്ക് ആരുണ്ടായിരുന്നു? ഏസാവുണ്ടോ? ഇസാക്ക് അനുഗ്രഹിക്കാൻ പോയതാണോ? പറഞ്ഞാട്ടെ, അനുഗ്രഹിക്കാൻ പോയതാണോ? കുറച്ച് ഇറച്ചി തന്നാൽ ഞാൻ എന്തോ ചെയ്യാം? ഇടപെട്ടോ? പറഞ്ഞാട്ടെ, ഇടപെട്ടോ? ആർക്ക് അനുഗ്രഹം കിട്ടി? യാക്കോബ് അച്ചായൻ പുള്ളിക്കാൻ ചിന്തിച്ചേക്കുന്നേ, ഞാനായിരിക്കും എല്ലാം ചെയ്യുന്നത്. അന്നേരം ബേത്തേലിൽ പോയപ്പോൾ ദർശനം വല്ലതും കണ്ടോ? ആ ദർശനം കണ്ടപ്പോൾ ആരാ? സർവശക്തൻ എവിടാ? അയണിയുടെ മുകളിലുണ്ടോ? ദൂതന്മാർ കയറി ഇറങ്ങുന്നുണ്ടോ? അവനോട് എന്തോ പറയുന്നേ? നീ ഒരു ടെൻഷനും എടുക്കണ്ട, ഞാനില്ലയോ വാഗ്ദാനം തന്നത്, ഞാനത് ചെയ്തോളാം. യാക്കോബ് ആ പായസമൊക്കെ ഉണ്ടാക്കി ഇത്രയെല്ലാം മുഷിയുന്നത് എന്തിനാ? ഏസാവിനെ എന്താ ദൈവം സ്വീകരിക്കാഞ്ഞ്? അച്ഛൻ മൂത്ത ആളാണെങ്കിലും അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിൻ്റെ വില ആർക്കറിയത്തില്ല. ഏശാവിന് അതിനൊരു വിലയില്ലെന്നേ. പക്ഷെ ഇളയവന് ജ്യേഷ്ഠ അധികാരത്തിൻ്റെ വില അറിയാം. ഇവന് കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടെങ്കിലും ഇവൻ അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹത്തിൻ്റെ വില അറിയാം. അതുകൊണ്ട് അതിൻ്റെ പുറം മെനക്കെടുന്നത്. നീ ടെൻഷൻ എടുക്കണ്ട, ഞാൻ തരാന്നേ. അവിടെ ചെന്ന് എല്ലാം ചെയ്തിട്ടും തിരിച്ചു വന്നപ്പോഴും മല്ല് പിടിക്കാൻ വന്നതാരാ? ആരാ വന്നേ? പറഞ്ഞേ. ദൈവം തന്നെ വന്നോ? ഉണ്ടാക്കിയതെല്ലാം പോയോ? ഉണ്ടാക്കിയതെല്ലാം ആർക്ക് കൊടുത്തു? മല്ല് പിടിക്കണ്ട, ഞാനായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ താഴെ നോക്കിയ ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ വാക്യം, യാക്കോബിന് യഹൂദയും അവന്റെ സഹോദരന്മാരിൽ ജനിച്ചു. യഹൂദയ്ക്ക് താമാരിൽ ഫാരസ്, സാര എന്നിവർ. ഞാൻ അതിലെന്നും പോകുന്നില്ല, നിങ്ങൾ പിന്നെ വീട്ടിൽ ചെന്ന് അത് പഠിച്ചാൽ മതി. മാത്യു ചാപ്റ്റർ 1 ഒത്തിരി ആഴമാണ്. മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഇടയ്ക്ക് തടസ്സം ചെയ്ത് 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 എങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നത്. ഫൈനലി നമ്മൾ നോക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കുന്ന വാഗ്ദത്ത യുഗം. അനന്തരം യോസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രയീമിലുണ്ടായി. നമ്മുടെ അച്ഛന്മാർ ചേർന്ന് യോസഫിനെ എങ്ങോട്ട് അയച്ചു? മിസ്രയീമിൽ. ഞങ്ങളൊന്ന് നോക്കട്ടെ ഇവന്റെ സ്വപ്നം എന്തോ ആയത്. പോയോ? പിന്നെ രാവിലെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ യോസഫിന്റെ ജീവിതം. ദൈവത്തിന്റെ പദ്ധതി. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ കൊണ്ടുപോയത് എന്തിനാ? കൊണ്ടുപോയില്ലെങ്കിൽ ഏശാവച്ചായൻ ആരെ കിട്ടി? ആരെ കിട്ടി? കനാനി സ്ത്രീകളെ കിട്ടിയോ? ഇവരെ അങ്ങോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഇവർ ഇവിടെ എല്ലാം ബന്ധം സ്വന്തം ആക്കും. പിന്നെ ഊരിൽ നിന്ന് വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു പ്രയോജനവും ഇല്ലെന്നേ. അതുകൊണ്ട് ഇവരെ എങ്ങോട്ട് കൊണ്ടുപോവുക? അങ്ങോട്ട് പോവാന്നേ. അങ്ങോട്ട് കൊണ്ടുപോയത് എങ്ങനാ? ദൈവം തന്നെ ക്ഷാമം അയച്ചു. ആണോ? ദൈവം തന്നെയാണോ ക്ഷാമം അയക്കുന്നത്? നമ്മുടെ കൂടെ വസിക്കുന്നവൻ സൃഷ്ടിതാവാ. വേണമെങ്കിൽ വെള്ളത്തിന്റെ പുറത്ത് നടക്കുകയും ചെയ്യും. മരുഭൂമി മന്ന കഴിപ്പിച്ചോ? ഇവരെ എങ്ങോട്ട് കൊണ്ടുപോവുക? മിസ്രയീമിൽ. മിസ്രയീമിൽ പോയപ്പോൾ ഇവർ എങ്ങനായിട്ടാ പോയത്? അടിമയായിട്ടാണോ പോയത്? എങ്ങനാ പോയത്? പറഞ്ഞാട്ടെ. മിസ്രയീമിൽ നമ്മുടെ അച്ചാന്മാരൊക്കെ പോയപ്പോൾ, യാക്കോബ് പോയപ്പോൾ എങ്ങനാ? അടിമയായിട്ടാണോ? എങ്ങനാ?
രഥമുണ്ടായിരുന്നു. അബ്രഹാം പണ്ട് പോയപ്പോൾ ആ ഫറോയുടെ കൊട്ടാരത്തിൽ തന്നെ ഇല്ലയോ ആരെ കൊണ്ടുപോയി പിടിച്ചോണ്ട് പോയത്? സ്വന്തം പോകുന്നതും ദൈവം കൊണ്ടുപോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. യാക്കോബ് ചോദിച്ചു, പോകണോ? നീ കൂടെ പോകും. അവിടെ പോയി എങ്ങനെ താമസിക്കുന്നേ? ഏറ്റവും നല്ല സ്ഥലം കിട്ടിയോ? പറഞ്ഞാട്ടെ. നമ്മൾ ഒന്ന് ചിന്തിച്ചു ഒന്ന് നോക്കിയാൽ, നമ്മൾ വിശ്വാസത്തിൽ വരുന്ന മുമ്പേ അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടായിരുന്നോ? ചിന്തിച്ചു നോക്കിയേ. വിശ്വാസത്തിൽ വരുന്ന മുമ്പേ അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങിയത് വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞിട്ടല്ല, അതിന് മുമ്പേ തൊട്ടേ അവൻ ഇടപെടാൻ തുടങ്ങിയതാ. തക്ക സമയത്താ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വന്നത്. ആണോ? നമ്മൾ ജനിച്ച ആ നിമിഷം മുതൽ നമ്മളെ പുറകിൽ അവനുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ സത്യത്തിൽ വരുമോ? ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ചെന്ന് അതിഥികളായിട്ടാണ് പോയത്. ഏറ്റവും നല്ല സ്ഥലം കിട്ടിയോ? ഏറ്റവും നല്ല സ്ഥാനം കൊടുക്കാൻ മുമ്പേ ആരെ കൊണ്ടുപോയി? ഒരു യോസെഫിനെ കൊണ്ടുപോയി. പക്ഷേ ഇനിയിപ്പോൾ അച്ഛന്മാർക്ക് തിരിച്ചു വരാൻ മനസ്സില്ല. അങ്ങനെയില്ലേ? നമ്മൾ ആദ്യമേ ഒരിടത്ത് പോയാൽ നമുക്ക് പോകാൻ മനസ്സില്ല. അവിടെ ദൈവം മാറ്റുമ്പോൾ നമുക്ക് മാറാനും ഇഷ്ടപ്പെട്ടു. അതുപോലെ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ സമയം വരുമ്പോൾ, താവേ നീ ഇങ്ങോട്ടങ്ങ് വാ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. കാരണം ഇതെല്ലാം ഉണ്ടാക്കിയതില്ലേ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആരെ അയച്ചു? യോസെഫിനെ അറിയാത്ത നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്ററായി. സ്തോത്രം. അല്ലേ? പറയാം. ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെല്ലാം ന്യൂസിലുണ്ടായിരുന്നു, persecution.net ദിസ് ഇസ് ദ ബ്ലാക്കസ്റ്റ് ഡേ, ഡാർക്കസ്റ്റ് ഡേ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ചർച്ച് ഓഫ് ഇന്ത്യ. നരേന്ദ്രമോദി വന്നതേ ഉള്ളൂ, നമ്മുടെ ഏറ്റവും കറുത്ത ദിവസമായി. കാരണം നമ്മുടെ അപ്പച്ചൻ പോയല്ലോ. മോദി വന്നതോടുകൂടി നമ്മുടെ ദൈവം സിംഹാസനമൊക്കെ വിട്ടിട്ട് അങ്ങ് ഓടിക്കളഞ്ഞേ. നമുക്കിപ്പോൾ ആരുമില്ല ലോകത്തെ അറിയിക്കാൻ. നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കാരണം ഞങ്ങളുടെ ദൈവം ചത്തുപോയിന്നേ. ആരുമില്ല. യോസെഫിനെ അറിയാത്ത എന്താ അച്ചായന്മാരോട് എന്തോ പറയുന്നേ? തിരിച്ചു പോകണം, നിങ്ങൾക്ക് ഇസ്രായേലൊക്കെ മിസ്രൈമൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ല കാര്യം. പക്ഷെ ഞാനൊക്കെ നിന്നെ കൊണ്ടുവന്നത് നിന്റെ അപ്പച്ചനെ ഊരിന്ന് വിളിച്ചത് ഇവിടെ വന്ന് സുഖിക്കാൻ വേണ്ടിയല്ല. നിന്റെ പിതാവൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്നതാ, എല്ലാ പ്രാവശ്യം തിരിച്ചയച്ചതാ. നിങ്ങളും ഇപ്പം എങ്ങോട്ട് പോകണം? പക്ഷെ തിരിച്ചു പോകാൻ മനസ്സില്ല. നോ പ്രോബ്ലം. പോകാൻ മനസ്സില്ലയോ? ഞാൻ മനസ്സുണ്ടാക്കി തരാം. അല്ലേ? ഫിലിപ്പിയർ 2:13 വായിച്ചേ. ഇച്ഛിക്കുന്നതും ആരാ ചെയ്യുന്നേ? പോകാൻ മനസ്സില്ലയോ? സാരയില്ല, മനസ്സുണ്ടാക്കി തരാം. ഉണ്ടാക്കി കൊടുത്തോ? കൊടുത്തോ? ഇറങ്ങാൻ മനസ്സിലായിരുന്നല്ലോ. 10 ബാധകൾ അയച്ചത്. ആദ്യത്തെ 3 ആരുടെ തലയ്ക്കും വീണു? ആരുടെ തലയ്ക്കും? അവന്മാരെ മാത്രം തള്ളിയായിരുന്നെങ്കിൽ ഈ അച്ഛന്മാർ പറഞ്ഞ സ്തോത്രം, ഞങ്ങൾ ഇഷ്ടി ഉണ്ടാക്കിയതിന് അവർ കിട്ടുന്ന ശിക്ഷയാണ്. ഇവരെ കൊണ്ട് ഇഷ്ടി ഉണ്ടാക്കിപ്പിക്കുന്നതിൻ്റെ കാരണം എന്തോ ചെയ്യണം? ഇടയന്മാർ എന്തുണ്ടാക്കുക? ഇഷ്ടി. അതിൻ്റെ അർത്ഥം എന്തുവാ? പോകാനുള്ള. യോസെഫിനെ ഇതുവരെ അടക്കം ചെയ്തിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മോശ അച്ചാൻ കയറി വന്ന പുള്ളിക്കാൻ ഓർത്ത് ഞാൻ തന്നെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. പുള്ളിക്കാൻ്റെ റിവൈവൽ മിനിസ്ട്രി അങ്ങ് തുടങ്ങി, 2 ഇടി പ്രോഗ്രാം തുടങ്ങി, ജീവൻ എടുത്തുകൊണ്ട് അങ്ങ് ഓടിക്കളഞ്ഞു. പുള്ളിക്കാൻ്റെ പവർ മിനിസ്ട്രി തുടങ്ങിയതാ. പുള്ളിക്കാരത്തെ ഞാനല്ലയോ. ഫറവോൻ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ടാവും പറഞ്ഞു, ഇവരുടെ മക്കളെ എല്ലാം എങ്ങോട്ട് അറിയാം?
എങ്ങോട്ട്? ദൈവം പറഞ്ഞു അത് തന്നെ, ആമേൻ. അങ്ങനെ എറിഞ്ഞാൽ മാത്രമേ നീ ഫ്രീ ഫുഡ് ആൻഡ് ലോഡ്ജിങ് ആർക്ക് കൊടുക്കും? അങ്ങനത്തെ കൽപ്പന ആരിട്ടു? ഫറവോൻ. ആ കൽപ്പന നിമിത്തം മോശ അച്ചായൻ എവിടെ ഉണ്ട്? പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? ഇതെല്ലാം ചരിത്രമാണോ അതോ വല്യമ്മച്ചിയുടെ കഥയാണോ? ചരിത്രമാണോ? മോശയുടെ പേര് ഒരിക്കലും മാറ്റിയില്ല. അത് നിങ്ങൾക്കറിയാമോ? ആ പേരിട്ടതാരാ? ആരിട്ടതാ? ആ പേരിന് എന്താ ഒരു വ്യത്യാസം ഇല്ലാത്തത്? ആ പേര് അങ്ങനെ തന്നെ കിടക്കട്ടെ. എപ്പോഴും ഓർത്തോണം, ഇവനെ എവിടുന്ന് പൊക്കിയതാ? കൃത്യസമയം വന്നപ്പോൾ ഇറങ്ങിയോ? പറഞ്ഞാട്ടെ, ഇറക്കിയോ? വായിച്ച് നമ്മൾ അതിൻ്റെ എക്സോഡസ് 19 അതൊക്കെ നമ്മൾ ടൈം എടുത്ത് പഠിച്ചാൽ അതിൻ്റെ ആഴം നമുക്കറിയാം. പുറപ്പാട് 19:3-4. മോശ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്നു. യഹോവ പർവ്വതത്തിൽ നിന്ന് അവരെ വിളിച്ചു കൽപ്പിച്ചത്, നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടത്, ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ആദ്യാൽ ഇതിപ്പം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ജസ്റ്റ് എ മാപ്പ്. ആ ഗോഷൻ കാണാം, ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. ഇതാ ഗോഷൻ, സാറ്റലൈറ്റ് മാപ്പാ. ഏറ്റവും നല്ല സ്ഥലം ആർക്ക് കിട്ടിയായിരുന്നു? ഇസ്രായേൽ മക്കൾക്ക്. ആൾക്കാർ ചിന്തിച്ചു വെച്ചേക്കുന്ന ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് കനാനി പോയത് ഇങ്ങനെ കറങ്ങിയിട്ടാണ്. പക്ഷെ സത്യത്തിൽ പറഞ്ഞാൽ അങ്ങനെ അല്ല കറങ്ങിയത്. ഞാൻ ആ വിഷയത്തിൽ പോകുന്നില്ല, ജസ്റ്റ് നമ്മുടെ മെയിൻ വിഷയം. കനാനി, ആ മേളി ഹെബ്രോൻ കാണാം. പോകേണ്ടത് അങ്ങോട്ടാ. 200 മൈലേ ഉള്ളൂ. 6 ദിവസം നടന്നാൽ അങ്ങോട്ട് എത്താം. അബ്രഹാം ഒക്കെ ആ വഴിയാ വന്നേ. പക്ഷെ ദൈവം കൊണ്ടുപോയത് ആ താഴത്തെ ആ ലൈൻ കാണാമോ? നീല ലൈനല്ല, താഴത്തേത്. 32 ലക്ഷം ആൾക്കാരെ സൂക്കോത്ത് വഴി കൊണ്ടുവന്ന് കാണാമോ? പിഹാഹിരോത്ത്. നീ അങ്ങോട്ട് എന്തിനാ കൊണ്ടുവന്നേ? പോകേണ്ടത് എങ്ങോട്ടാ? വായിച്ച് പുറപ്പാട് അതിൻ്റെ 13-ാമത്തെ അധ്യായം. അതിന്റെ 17-ാമത്തെ വാക്യം. വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തുകൂടിയുള്ള വഴി അടുത്തത് എന്ന വഴിയിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷിന് ഭയന്ന് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. അവരെങ്ങോട്ട് കൊണ്ടുപോവാ? ചെങ്കടലിനരികെ. സർവശക്തൻ പോകേണ്ട വഴി ഏതാ? ഗോശനിൽ നിന്ന് നേരെ മേളിലോട്ട് ഹെബ്രോണിലോട്ട് പോയാൽ മതി. 200 മൈലേ ഉള്ളൂ. 6 ദിവസം നടന്നാൽ മതി. പക്ഷെ കൊണ്ടുവന്നത് എങ്ങോട്ടാ? താഴെ കണ്ടോ? നീ അങ്ങോട്ട് എന്തിനാ കൊണ്ടുവന്നത്? നിങ്ങൾ എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ കേൾവി കൊണ്ട് കാര്യം നടക്കത്തില്ല. ഞാൻ കൂടുതലായി കൊണ്ടുപോയി. ചെങ്കടലിന്റെ അടുത്ത് നിന്നുകൊണ്ട് പാട്ടും പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞാട്ടെ, എന്തോ ചെയ്യുക? നമ്മുടെ അച്ചാന്മാർ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? ഇത് പണ്ടെടുത്ത വിഷയം, അതുകൊണ്ട് ഞാൻ അതിൽ പോകുന്നില്ല. ഇതാ ചെങ്കടലിന്റെ അകത്ത് കാണാമോ? അത് അത്രയും ഗ്രൗണ്ട്. 32 ലക്ഷം ആൾക്കാർക്ക് ഫിറ്റ് ആകാനുള്ള ഒരു പരേഡ് ഗ്രൗണ്ടാണ്. ആ മലകളുടെ ഇടയ്ക്കൂടെ കൊണ്ടുവന്ന് എവിടെ നിർത്തി? ഇവിടെ നിർത്തി. എത്ര എണ്ണം ഉണ്ട്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോശയ്ക്ക് തന്നെ സംശയം, ഇതല്ലല്ലോ പോകുന്ന വഴി. മോശ ഇതിന് മുമ്പ് പോയിട്ടുണ്ടോ? ചെങ്കടൽ കടന്നാണോ പോയത്? അല്ലല്ലോ. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പോഴാണ്. പുറേന്ന് ആരെയും കൊണ്ടുവന്നു? ഫറവോനെയും കൊണ്ടുവന്നു. ആദ്യജാതന്മാരെ കൊന്നോ? അവരുടെ മക്കളെ ഇല്ലയോ നീ ചെങ്കടലിൽ, അല്ല അവിടെ നീൽ നദി കളയാൻ പറഞ്ഞത്?
പരിച്ഛേദന എടുത്ത അവരെ നീ അവിടെ ഇല്ലയോ കളയാൻ പറഞ്ഞത്? അതിനെ വെറുതെ വിടുന്നില്ല. ആദിജാതന്മാരെ കൊന്നിട്ടേ ഉള്ളൂ. നമുക്ക് വേണ്ടി അത്രയും കത്തലുള്ളവനാ നമ്മളെ ദൈവം. ഇവർ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പട്ടി പോലും എന്താ വെറും കൈയാണ് വന്നത്. സ്വർണം വെള്ളി എല്ലാം ഉണ്ടോ? അമ്മാമ്മ അച്ചാമ്മരെല്ലാം എന്തോ ഓർത്ത ഇത് ഞങ്ങളുടെ കൂലിപ്പണിയാ, അതിൻ്റെ പൈസയാണ്. അല്ല, ഒരു ആലയം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല ഇത്. ചെങ്കടലുടെ അടുത്ത് വന്നപ്പോൾ എല്ലാം എന്തു പറയുക? മോശെ കല്ലെറിയാൻ വന്നോ? ദൈവം ആരും കൊന്നോ? ഇല്ലല്ലോ, കൊന്നില്ലല്ലോ. വഴി തുറന്നു കൊടുത്തോ? കൊടുത്തിട്ട് ഫൈനലി ഇതെല്ലാം കടന്ന് ക്രോസിംഗ് എല്ലാം ചെയ്ത് ജസ്റ്റ് എ മിനിറ്റ്. ഇത് പണ്ട് എടുത്തിട്ടുണ്ട് ആ വിഷയം, അതുകൊണ്ട് ഞാൻ അതിൽ പോകുന്നില്ല. ഇതെല്ലാം സാറ്റലൈറ്റ് പിക്ചേഴ്സാണ്. ഇന്നത്തെ സീനായി ഈ മരുഭൂമി കൊണ്ടുവന്നിട്ട് പറഞ്ഞ വാക്ക് എന്തുവാ? 18-ാമത്തെ അധ്യായം 19-ന്റെ 3-4. മോശ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്നു. യഹോവ പർവ്വതത്തിൽ നിന്ന് അവനെ വിളിച്ചു കൽപ്പിച്ചത് നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടത്, ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചെറുകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. നിങ്ങൾ അവിടെ ഒരു വാക്കുണ്ട്, കഴുകന്റെ ചെറുകിന്മേൽ. നമ്മൾ പക്ഷികളിലെ ശ്രദ്ധിക്കുമ്പോൾ ഈ കഴുകനെ ഉള്ളൂ സ്വന്തം കൊച്ചുങ്ങളെ അവൻ്റെ കാലിലല്ല പിടിക്കുന്നത്. എവിടെ വയ്ക്കുന്നത്? വേറെ ഒറ്റ പക്ഷിക്കും ചിറകിൻ്റെ പുറത്ത് വെക്കാൻ ധൈര്യമില്ല. എന്താ? അവരെക്കാട്ടും ഉയരത്തി പറക്കുന്ന പക്ഷികളുണ്ട്. മേളി വെച്ചാൽ അവർ കൊത്തിക്കൊണ്ട് പോകും. അതുകൊണ്ട് അവരെപ്പോഴും എവിടെ പിടിക്കുന്നത്? കഴുകനെ ഉള്ളൂ എവിടെ വയ്ക്കുന്നത്? എന്താ? അവനെക്കാട്ടും മേളി പറക്കുന്ന ഒറ്റ പക്ഷിയില്ല. ദൈവം പറയുന്നത് എന്തുവാ? നിങ്ങൾ കണ്ടുവല്ലോ. എവിടെ കൊണ്ടുവന്നിട്ടാ പറയുന്നത്? സീനായി കൊണ്ടുവന്നിട്ട് പറഞ്ഞത്, ഞാൻ ചെയ്തതൊക്കെയെല്ലാം നിങ്ങൾ പൊരുത്തപ്പെട്ടിട്ടുണ്ടോ? ഇവരെ കൊന്നോ? ഇവർക്ക് തല്ല് കിട്ടിയോ? പറഞ്ഞാട്ട് ഇസ്രായേൽ മക്കളെ അടിച്ചോ? പൊരുത്തമെങ്കിലും ചെറിയ പിച്ചൊക്കെ കൊടുത്തു, തല്ലിയില്ല. പക്ഷെ പറയുന്നത് അടുത്തത് 5-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ എന്റെ വാക്കു കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമാകും. ഇവ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. ദൈവം പറയുന്നത്, ഇതുവരെ ഞാൻ നിങ്ങളെ എന്തോ ചെയ്തു? വഹിച്ചു. ആകയാൽ 5-ലുണ്ടല്ലോ, ഇംഗ്ലീഷിൽ now therefore if. 5-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ എന്റെ വാക്കു കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ. ആകയാൽ ചെയ്താൽ. ഇനി എങ്ങനെ? ഇതുവരെ തോളയിലായിരുന്നു, ഇനിയിപ്പോ എന്തോ ചെയ്യണം? താഴെ ഇറങ്ങണം. ഇനി ഞാൻ തോളയിൽ എടുത്തുകൊണ്ട് നടക്കത്തില്ല. ദേഷ്യമായതുകൊണ്ടല്ല, നീ തന്നെ നടക്കാൻ പഠിക്കണം. സംഭവിച്ചത് എന്തുവാ? നമ്മുടെ പിള്ളേരും നമ്മളവിടെ തോളയിൽ എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ക്രമേണ ചൂട് പിടിക്കും. പിന്നെ അവരെ താഴെ നിർത്തുമ്പോൾ നിൽക്കുമോ? അപ്പം പിന്നെ അള്ളി പിടിച്ചേക്കുക. എങ്ങോട്ട് കയറാൻ? താഴെ.
ഇപ്പം എവിടാ? പക്ഷെ നിനക്ക് സ്വയമേ നടക്കാൻ അറിയത്തില്ല. അന്നേരം ആൾക്കാർ പറയുന്നത് എന്തോ, മനുഷ്യനെന്തോ പറയുന്നത്? 8-ാമത്തെ വാക്യം, യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യും എന്ന് ജനം ഉത്തരം പറഞ്ഞു. നീ പറഞ്ഞതൊക്കെ ഇനിയും നടന്നോളാം. സിനായി എത്തിയപ്പം ഇനിയിപ്പോ എങ്ങനെയാ? അബ്രഹാമൊക്കെ എങ്ങനെയായിരുന്നു? ആണോ? സിനായി എത്തിയപ്പോ ഇനി തോളയിലെടുത്തോണ്ട് നടക്കത്തില്ല. ഇനി തോളയിലെടുക്കാൻ ഒക്കുവോ? ഇനി എങ്ങനെയായിരിക്കും? മനസ്സിലാകുന്നുണ്ടോ? ഇനി എങ്ങനെയായിരിക്കും? ഇനി നീ എൻ്റെ കൈ പിടിക്കണ്ട. എഴുന്നേറ്റ് മോനെ, ഒന്ന് എഴുന്നേറ്റ്. കൈ തന്നെ, മറ്റേ കൈ തന്നെ. നീ എൻ്റെ കൈ പിടിക്കണ്ട, ഞാനായിരിക്കും പിടിക്കുന്നത്. നമ്മളും നമ്മുടെ പിള്ളേരോട് അങ്ങനെയല്ലേ ചെയ്യുന്നത്? ആണോ? അവരാണോ നമ്മുടെ കൈ പിടിക്കുന്നത്? നമ്മളാണോ അവരുടെ കൈ പിടിക്കുന്നത്? നമ്മളെന്നാ അവരുടെ കൈ പിടിക്കുന്നത്? പിടിച്ചില്ലെങ്കിൽ ഇവനിടയ്ക്ക് ഓടിക്കളയുന്നത്. നീ പിടിക്കണ്ട, ഞാൻ പിടിച്ചോളാം. പക്ഷെ ഇനി നിന്നെ നടത്താൻ ഇനി മോനെ നടക്കണം. എന്നാ മോൻ എന്തോ പറയുന്നേ? നീ പറയുന്നതൊക്കെ എല്ലാം ചെയ്തോളാം. ചെയ്തോളാമോ? എന്നാ 2 കല്ലേൽ 10 കൽപ്പന എഴുതി കയ്യിൽ കൊടുത്തു. ശ്രദ്ധിക്കണം. തോട്ടത്തിൽ പറഞ്ഞവൻ എന്തുവാ? തോട്ടത്തിൽ എന്തുവാ പറഞ്ഞേ? തോട്ടത്തിൽ പറഞ്ഞത് എന്തുവാ? നീ തന്ന സ്ത്രീ. മനസാക്ഷി യുഗം, മനുഷ്യ ഭരണത്തിൻ്റെ യുഗം, വാഗ്ദത്ത യുഗം അവസാനമായപ്പം നമ്മുടെ അച്ചായൻ പറയുന്നത് എന്തുവാ? നീ പറയുന്നതൊക്കെ എല്ലാം. വ്യത്യാസം വന്നോ? വ്യത്യാസം വരുന്നുണ്ടോ? അന്ന് പറഞ്ഞത് എന്തുവാ? ഇനി ഞാൻ കൈ പിടിക്കട്ടെ? പിടിച്ചോ. പണ്ട് നടന്ന പോലല്ല, ഇനിയും നടന്നില്ലെങ്കിൽ തല്ലും കിട്ടും. നടന്നാൽ മിഠായിയും തരാം. അതാ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത അനുഗ്രഹം. നടന്നാൽ മിഠായി കിട്ടും, നടന്നില്ലെങ്കിൽ തല്ലും കിട്ടും. പക്ഷെ ഇനി ഞാൻ എടുത്തോണ്ട് നടക്കത്തില്ല. ഇനി എങ്ങനെ നടക്കണേ? കൈ പിടിച്ച് നടക്കണം. തല്ല് കിട്ടിയോ? പറഞ്ഞാട്ടെ, കിട്ടിയോ? ഇല്ലയോ? 32 ലക്ഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. കനാനി എത്തിയത് എത്ര പേരാ? ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവം സഹായിച്ചാൽ രാവിലെ നെക്സ്റ്റ് ഇതിൽ അടുത്തത് പോവാം. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് എവിടെ? പ്രമാണത്തിൻ്റെ യുഗമാണ്. വാഗ്ദത്ത യുഗം അവസാനിച്ചു. ഇനി ഇതുവരെ നടന്ന പോലെ ഇനി നടക്കാൻ ഒക്കത്തില്ല. ഇതുവരെ ഞാൻ നിന്നെ തോളിലെടുത്ത് നടന്നു, ഇനി സ്വന്തമേ നടക്കാൻ പഠിക്കണം. നമ്മൾ ഏത് യുഗത്തിലാ? നമ്മൾ പറയുന്നത് നമ്മളാരാ? പറഞ്ഞാട്ട് നമ്മളാരാ? കർത്താവ് ആർക്ക് വേണ്ടി വരിക? കൊച്ചു പിള്ളേർക്കോ? നമ്മൾ മണവാട്ടിയില്ലയോ? കൈപ്പിടിച്ച് നടത്തണോ? നമുക്ക് തല്ല് കൂടുതൽ കിട്ടുമോ? പറഞ്ഞാട്ടെ. അവരുടെ മിഠായി വേണോ? തോളെ കയറണോ? പറഞ്ഞാട്ടെ. കർത്താവെ, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം എന്നെ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? ദൈവമേ, അവർക്ക് ലാക്ടോജൻ കൊടുത്തു, എനിക്കും ലാക്ടോജൻ വേണം. ഒരു ബോട്ടിലിനകത്ത് കുറച്ച് പാലും പഞ്ചസാര കലക്കി ഞാൻ കുടിച്ചോളാം. ഈ കട്ടിലേക്ക് ആടിക്കൊണ്ടിരുന്നാൽ മതി. സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരുടെ പോലെ ആകേണ്ടിയതാ? തോട്ടത്തിൽ നിന്ന് വെളിയിൽ ഇറക്കുമ്പോൾ നീ അങ്ങനെ നടക്കുക. ഒരു സമയം വരും, ഞാൻ തന്നെ നിന്റെ കൈ പിടിച്ച് നിന്നെ നടത്തും. നീ പറഞ്ഞില്ലേ നീ സ്വന്തം നടന്നോളാം, പോ, എനിക്കറിയാന്നേ. നമ്മുടെ പിള്ളേർ അത് മനസ്സിലാക്കാനാ എൻ്റെ വീഡിയോ ഇല്ല. നമ്മുടെ കൊച്ചു പിള്ളേർ നമ്മളൊക്കെ കൈ പിടിക്കുമ്പോൾ ഇവരെന്താ പറയുന്നത്? ഇതിനൊരു കോൺഫിഡൻസ് വരുമല്ലോ. ആദ്യമേ പറയുന്നത് ഞാൻ നടക്കുന്നില്ല, പിന്നെ ക്രമേണ 2 കാല് ഇത് ഉണ്ട്, എനിക്ക് നടക്കാമെന്ന് പറഞ്ഞ് ആ ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആശാൻ എങ്ങനെയാ എനിക്ക് കൈവിടുന്നേ? ഞാൻ നടന്നോളാം.
നമ്മളൊന്ന് വിട്ടുകൊടുക്കുമോ? അതിനിങ്ങനെ കള്ളുകുടിയൻ്റെ പോലെ നടക്കുമ്പോൾ നമ്മൾ പുറയിലുണ്ടോ? അതുപോലെ ഏതൻ തോട്ടത്തിൽ ആദാം പറഞ്ഞ് നടന്നോളാം, വിളിപ്പോ. പുറയിൽ ആരുണ്ട്? അതോ പുറയിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ പോയതായിരുന്നു. പിതാവ് എപ്പോഴും ഓർത്തോണം, മനുഷ്യനായി ഭൂമി വന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് എന്തുവാ? അവനാരാ? നമ്മുടെ പിതാവ്. വിശ്വസ്തനായി നടത്തിയോ? അവരെ നടത്തി. നമുക്ക് തന്ന വിളി ഏതാ? നമുക്ക് തന്ന വിളി ഏതാ? അവരെക്കാട്ട് ഉയർന്ന വിളിയാണോ? മണവാട്ടിയാകാനുള്ള ആ വിളി നമുക്ക് കിട്ടിയോ? നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമ്മൾ ഓടിച്ചിട്ടാണ് വന്നത്. പ്രമാണത്തിൻ്റെ യുഗം ദൈവം സഹായിച്ച നാളെ രാവിലെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് പ്രമാണം കൊടുക്കുക. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ നടത്തും. നമ്മളൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച്, മനസാക്ഷി യുഗം, മാനുഷിക ഭരണത്തിൻ്റെ യുഗം, വാഗ്ദാനത്തിൻ്റെ യുഗം. തോട്ടത്തിൻ്റെ അകത്തായിരുന്നെങ്കിൽ നിഷ്കളങ്ക യുഗം. ദൈവം വിശ്വസ്തനാണോ? വിളിച്ചവൻ വിശ്വസ്തനാണോ? ഹല്ലേലൂയ. ജലപ്രളയം അയച്ച് മനുഷ്യനെ നശിപ്പിച്ചു. ഗോപുരം പണിയുമ്പോൾ ഭാഷ ഭിന്നിപ്പിച്ചു. അബ്രഹാമിനെ വിളിച്ചിറക്കി. തക്ക സമയത്ത് മനുഷ്യന്റെ ചരിത്രത്തിൽ ഇടപെട്ട് കൃത്യസമയത്ത് മറിയത്തിന്റെ ഗർഭത്തിന്റെ അകത്ത് വന്നു. ഹല്ലേലൂയ. അബ്രഹാമിനെ ഊരിന്ന് വിളിച്ച് ഹാരാൻ വഴി കനാനി എത്തിച്ചു. കനാനിൽ നിന്നും ഇസ്രായേലിൽ പോയി. ദൈവം തന്നെയാ കൊണ്ടുപോയത്. ഇതെല്ലാത്തിൻ്റെ പുറകെ ദൈവത്തിൻ്റെ കരമാണ്. മനുഷ്യന് സ്വയമേ തീരുമാനിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവൻ കൈവിട്ടിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ ഒരു നാളും നിന്നെ കൈവിടത്തില്ല എന്ന് പറഞ്ഞ ദൈവം നമ്മുടെ ജീവിതത്തിൽ മിസ്റ്റേക്സ് അലൗ ചെയ്തിട്ടുണ്ട്. നമുക്ക് നിരാശയും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മളെ പണിയുവാനാണ്. നമ്മൾ ഭാരപ്പെടല്ലേ. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. നമ്മൾ അവന്റെ സ്വഭാവം മനസ്സിലാക്കി നടന്നാൽ മതി. മനസാക്ഷി യുഗത്തിലുള്ള ആൾക്കാർ അവർ പ്രയാസപ്പെടാത്തതിന്റെ കാരണം അവൻ പറഞ്ഞോ മതി, ഞാൻ ഏൽപ്പിച്ചു കൊടുത്തുന്നേ. വിശ്വസ്തനായ സൃഷ്ടിതാവിന്റെ കയ്യിലല്ലയോ ഏൽപ്പിച്ചേക്കുന്നേ. ഹല്ലേലൂയ. വാ തുറന്ന് നമുക്കൊന്ന് സ്തുതിക്കാമോ? കഴുകന്റെ ചിറകിന്റെ പുറത്ത്, കയ്യെ പിടിച്ചോണ്ടല്ല, ചിറകിന്റെ പുറത്താണ് നിന്നെ ഒക്കെ വഹിച്ചത്. നിന്നെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ ഞാൻ വിശ്വസ്തനാണോ? നമ്മുടെ ദൈവം നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ചോദ്യം, ഞാൻ വിശ്വസ്തനാണോ? ഹല്ലേലൂയ. വിശ്വസ്തനാണോ? ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ചിന്തകളൊന്ന് ദൂരെ കളയാം. ഹല്ലേലൂയ. ഉച്ചരിക്കാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. ഇതിൻ്റെ ഇടയ്ക്ക് സാത്താൻ എത്ര തലത്തിൽ കീഴ്മേൽ മറിഞ്ഞാലും, സാത്താനെ നീ എന്തോ വേണമെങ്കിലും ചെയ്താലും എൻ്റെ പിതാവ് തീരുമാനിച്ചതാ നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. പാതാളമേ, നിന്റെ ജയം എവിടെ? സാത്താനെ, നീയില്ല എൻ്റെ മനസ്സിൽ നിരാശയും സംശയങ്ങൾ കൊണ്ടുവരുന്നത്. എൻ്റെ വിളിച്ചവൻ വിശ്വസ്തൻ.
നമ്മൾ വിശ്വസ്തരായി നടന്നാൽ മതി. ദൈവം നമ്മുടെ മക്കളുടെ കാര്യങ്ങളും നമ്മുടെ തലമുറയുടെ കാര്യം അവൻ നോക്കിക്കോളും. അബ്രഹാമേ, നീ ഭാരപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളോട് വിശ്വസ്തനാണെങ്കിൽ സ്വന്തം രക്തം ചൊരിഞ്ഞ് നമ്മളെ വാങ്ങിയത് കർത്താവ് നമ്മളോട് വിശ്വസ്തനായിരിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ സ്നാനപ്പെടുന്ന ആ സമയം നമ്മൾ ഹിന്ദിയിലൊരു പാടുന്ന ഒരു പാട്ടുണ്ട്, യേശുക്ക് പീछे मैं चलने लगा. അത് മലയാളത്തിലും കാണുമല്ലോ. യേശുവിൻ പിൻപേ. നമുക്ക് ഓർമ്മയുണ്ടോ ആ പാട്ട്? കണ്ണടച്ച് നമുക്കത് പാടണോ? ഞാൻ ആരുടെ പിൻപെയാ പോലെ പിന്മാറുകയില്ല, പിന്മാറുകയില്ല. ഹല്ലേലൂയ. പാട്ടുണ്ടോ? ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. യേശുവിൻ പിൻപേ പോകും ഞാൻ, യേശുവിൻ പിൻപേ പോകും ഞാൻ, യേശുവിൻ പിൻപേ പോകും ഞാൻ, പിന്മാറാതെ ഞാൻ മാറാതെ. गाना मिल गया. Just a minute. See, നമ്മൾ ഈ ഫോട്ടോ നോക്കുമ്പോൾ, പിക്ചർ നോക്കുമ്പോൾ
ഇതാരെ പിടിച്ച് നടത്തുക? ഏത് യുഗത്തിലെ ആൾക്കാരാണ് ഇതാരാ? അല്ല, പ്രമാണത്തിൻ്റെ യുഗം ആരംഭിച്ചു. കൈ പിടിച്ച് നടത്തുന്നതിൻ്റെ കാരണം അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവർക്ക് അവർക്കറിയാം ഇത് പിതാവാണ്, പക്ഷെ എത്ര സ്നേഹിക്കുന്നെന്ന് അവരറിയുന്നില്ല. നമ്മളെ കൈ പിടിച്ച് നടത്തണോ അതോ പോരെ കൈ പിടിക്കാതെ നടക്കുമോ? നമ്മൾ ക്രൂശിലെ സ്നേഹം കണ്ടവർ. ഇവർ ആ സ്നേഹം കാണാത്തതുകൊണ്ട് ഇവരെ കൈ പിടിച്ച് ക്രൂശിൻ്റെ അടുത്ത് വരെ കൊണ്ടുവന്നു. ഇല്ലേ? കൈ പിടിച്ച് എവിടെ വരെ കൊണ്ടുവന്നു? നമ്മളോ ക്രൂസ് കഴിഞ്ഞിട്ടുള്ളവരാണ്. കൈ പിടിക്കണോ അതോ പിടിക്കാതെ ഞാൻ പുറകെ നടന്നോളാം? പിന്മാറുകയില്ല. നമ്മൾ ഒരിക്കൽ കൂടി ആ പാട്ട് പാടാം. യേശുവിൻ പിൻപേ പോകുന്നിതാ ഞാൻ, യേശുവിൻ പിൻപേ പോകുന്നിതാ ഞാൻ, യേശുവിൻ പിൻപേ പോകുന്നിതാ ഞാൻ, പിന്മാറാതെ ഞാൻ മാറാതെ. Cross.